നമ്മുടെ നമ്മുടെ റിക്വയർമെൻ്റ് എന്ന് പറയുന്നത് ലൈവായിട്ടിരിക്കുന്ന അവസ്ഥ ആയിട്ട് കണക്റ്റായിരിക്കുക. അതാണ് നമ്മുടെ റിക്വയർമെൻറ്റ്. നമ്മൾ വർക്ക് ചെയ്യുന്നതിനാണ് ലൈവായിട്ടിരിക്കുന്ന ആ അനുഭവത്തിൽ തുടരുക. അതല്ലാത്ത യാതൊന്നിനും സ്ഥാനം കൊടുക്കാതെ ദേഷ്യം വരുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ ലൈവായിട്ടിരിക്കുന്ന അവസ്ഥയുമായിട്ട് പ്രോപ്പറായിട്ട് ഇരിക്കാത്തതുകൊണ്ടാണ് ദേഷ്യവും സങ്കടമൊക്കെ വരുന്നത്. അല്ലാണ്ട് ദേഷ്യവും സങ്കടമൊന്നും വെറുതെ ഇങ്ങോട്ട് വലിഞ്ഞു കയറി വരണമെന്നുമല്ല. ദേഷ്യവും സങ്കടമൊക്കെ നമ്മളുടെ പ്രോപ്പറായിട്ടുള്ള അവസ്ഥയുമായിട്ട് പൊരുത്തപ്പെടാണ്ടിരിക്കുന്നതുകൊണ്ട് അതെപ്പോഴും വന്നുകൊണ്ടിരിക്കും. ദേഷ്യവും സങ്കടമൊക്കെ വരും പ്രോപ്പറായിട്ടിരിക്കുന്നില്ലെങ്കിൽ. അത് ഇനി യാതൊരു സംശയവുമില്ല. തീർച്ചയായിട്ടും പ്രോപ്പറായിട്ട് ഇരിക്കുക എന്നുള്ളതല്ല നമ്മൾ നോക്കുന്നത്. എപ്പോഴും നമ്മൾ പ്രോപ്പറായിട്ടിരിക്കുന്ന വേറെ ആർക്കും മനസ്സിലാക്കാൻ പറ്റത്തില്ല. മറ്റൊരാൾക്ക് മെഷർ ചെയ്യാൻ പറ്റുന്നതല്ല ഒരാൾ പ്രോപ്പറായിട്ടാണ് അല്ലേ ഇരിക്കുന്നതെന്ന്. അയാൾ എന്തോ നമ്മുടെ തീരുമാനങ്ങൾക്ക് അടിസ്ഥാനത്തിൽ ഒരു വ്യക്തി പ്രവർത്തിക്കണമെന്നുള്ളത് ആ വ്യക്തിയെ അടിക്കുന്നത് എന്തായിരിക്കും കാരണം? വ്യക്തി നമ്മുടെ നിരീക്ഷണം നമ്മളെ എന്താ പറയാ നമ്മളെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കണം എന്ന് പറഞ്ഞ് ഒരു വ്യക്തിയെ അടിക്കുന്നത് എന്താണ്? അതിനെ കുറിച്ച് താങ്കളുടെ അഭിപ്രായം? നമ്മളുടെ വ്യവസ്ഥയിൽ പ്രവർത്തിക്കണമെന്ന് പറഞ്ഞ് മറ്റൊരാളെ അടിക്കുന്നത് ഒരു പോഴനല്ലേ ചെയ്യുന്നത്. നമ്മള് പഠിക്കുന്ന ചെറുപ്പത്തിൽ തന്നെ കുട്ടികളെ അടിച്ചു പഠിപ്പിക്കൂലേ? അതിനെ കുറിച്ച് എന്താ പറയാ? അത് തെറ്റാണ്. ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്യാൻ പാടില്ല. അത് വിഡ്ഢിത്തരമല്ലേ? അതിനകത്ത് എന്താ സംശയം? അത് വിഡ്ഢിത്തരമാണ്. അത് വിവരമില്ലാത്തവർ ചെയ്യുന്ന പരിപാടിയല്ലേ. മറ്റൊരാൾ പഠിക്കണമെന്ന് പറയുന്നത് തന്നെ മറ്റൊരാൾ ജീവിക്കുന്ന ഭാഗമാണ്. പഠിക്കുക വേണ്ടേ എന്നുള്ളത് അയാൾ തീരുമാനിക്കുന്നതാണ്. പഠിപ്പിക്കുന്ന ഭാഗമല്ല. പഠിക്കണോ വേണ്ടേ എന്നുള്ളത് അയാൾ തീരുമാനിക്കുന്നതാണ്. അപ്പം നമ്മളെ അനുഭവിക്കുന്ന ഭാഗത്താണ്. അവനവനെന്ത് ചെയ്യുന്നു എന്നുള്ള ഭാഗമാണ്. അപ്പം അവനവൻ ജീവിക്കുന്ന ഭാഗത്തെ അറിയത്തക്ക രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. ജീവിക്കുന്ന ഭാഗത്ത് ആർക്കെങ്കിലും മറ്റാൾക്ക് ജീവിക്കുന്നത് എങ്ങനെയാണെന്ന് കാണാൻ പറ്റുമോ? അപ്പോൾ ഒരിക്കലും പറ്റത്തില്ല. ഞാൻ ജീവിക്കുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. നമ്മൾ മറ്റാൾ ജീവിക്കുന്ന ഭാഗത്തോട്ട് തലയിടുമ്പോഴാണ് അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മൾ അസംഷനിലായിക്കഴിഞ്ഞ് ഓൾറെഡി ഒരു വിക്ടിം ആയിക്കഴിഞ്ഞ് മറ്റാൾ ജീവിക്കുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് പരിശോധിക്കുമ്പോൾ തന്നെ നമ്മൾ പ്രോബ്ലത്തിലായിക്കഴിഞ്ഞു. നമ്മുടെ നിയമങ്ങളൊക്കെ അതിന് വേണ്ടിയല്ലോ ഉണ്ടാക്കുന്നത്. നിയമങ്ങളില്ലാത്തൊരവസ്ഥയെ കുറിച്ചാണെങ്കിലും അല്ല. വന്ന നിയമങ്ങളൊന്നുമില്ല. ഉള്ള നിയമങ്ങളേ ഉള്ളൂ. വളർന്ന നിയമങ്ങളൊന്നുമില്ല. അങ്ങനെ ഒരു നിയമത്തിന് പ്രസക്തിയില്ല. അല്ല, ഭരണഘടനയൊക്കെ എഴുതി ഉണ്ടാക്കുന്നതൊക്കെ നിയമമില്ലാത്തവർക്ക് വേണ്ടിയിട്ടുള്ള നിയമങ്ങളാണ്. ഭരണഘടനയൊക്കെ നിയമമില്ലാത്തവർക്കുള്ള നിയമങ്ങളാണ്. ജീവിക്കുന്നതിനുള്ള നിയമം അല്ലത്. അത് ഞാനൊരു കാര്യം ചോദിക്കട്ടെ, താങ്കളുടെ ഇപ്പോഴത്തെ ബോധതലം, താങ്കളുടെ ഒരു 18 വയസ്സുണ്ടായ ബോധതലമാണ് താങ്കൾക്ക് ഇപ്പൊ ഉണ്ടാവുന്നത്. നിങ്ങൾക്ക് യാതൊരു വിവരവും ഇല്ലെന്നുള്ളതാണ്. നിങ്ങൾക്ക് യാതൊരു വിവരവും ഇല്ല. നിങ്ങളെപ്പറ്റി യാതൊരു ധാരണയും ഇല്ല. നിങ്ങളുമായിട്ട് നിങ്ങൾക്ക് യാതൊരു ബന്ധവും ഇല്ല. അതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങളുമായിട്ട് വരണത്. നമ്മളുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ചോദ്യങ്ങളാണ് നിങ്ങൾ ചോദിക്കുന്നത്. അതുകൊണ്ടാണ് അതിന് മറുപടി പോലും തരാത്തത്. മനസ്സിലായി? കാരണം മറുപടി പോലും അർഹിക്കാത്ത ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. മനസ്സിലായി? ശ്രദ്ധിക്കേണ്ട പോലും താല്പര്യമില്ല. ഇപ്പം ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ ഇത് കഴിഞ്ഞ നിമിഷം എന്താ ചെയ്തതെന്നുള്ളതിന് യാതൊരു പ്രസക്തിയില്ല. ഇപ്പോൾ എപ്രകാരം സംഭവിക്കുന്നു, ഇപ്പോഴുള്ള അവസ്ഥയുമായിട്ട് യാതൊരു ബന്ധത്തിനുള്ള സാധ്യത നിങ്ങൾക്ക് എത്തിയിട്ടില്ല. നിങ്ങൾ എവിടെ ഇരിക്കുന്നതെന്ന് വെച്ചാൽ ആ ഭാഗം നിങ്ങൾ പരിശോധിച്ച് അത് വൃത്തിയാക്കി എടുക്കുക. അല്ലാതെ നമുക്ക് നിങ്ങളോട് വേറെ ഒന്നും പറയാനില്ല. കാരണം നിങ്ങളുടെ ചോദ്യങ്ങളൊക്കെ ആവർത്തിച്ച് വരുന്ന ചോദ്യങ്ങളെല്ലാം ഞാനുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ചോദ്യങ്ങളാണ്. എൻ്റെ ജീവിതമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ചോദ്യങ്ങളാണ് നിങ്ങൾ ചോദിക്കുന്നത്. അതുകൊണ്ടാണ് അതിന് ഉത്തരവില്ലാത്തത്. ഉത്തരം തരാൻ പറ്റാത്തതുകൊണ്ടാണ്.
അപ്പം നിയമങ്ങളെന്ന് പറയുന്നത് മനുഷ്യനുണ്ടാക്കി നിയമങ്ങൾ വെച്ചിരിക്കുന്നത് അവനവൻ ജീവിക്കാൻ കാരണമുള്ള നിയമമായിട്ട് ബന്ധമില്ലാത്തത് കൊണ്ടാണ്. അവനവൻ ജീവിക്കുന്ന ഭാഗത്ത് കൃത്യമായിട്ടുള്ള നിയമങ്ങളുണ്ട്, അത് പൊട്ട നിയമമല്ല. അപ്പോൾ മനുഷ്യൻ നിയമങ്ങളുണ്ടാക്കുന്നത് മനുഷ്യർക്ക് അവനവൻ ജീവിക്കാൻ കാരണമായിട്ടുള്ള നിയമമായിട്ട് ബന്ധമില്ലാത്തവർ പുതിയ നിയമങ്ങളുണ്ടാക്കും. കാരണം അവൻ്റെ താല്പര്യത്തിനനുസരിച്ച് അവൻ പല വ്യവസ്ഥകളും ഉണ്ടാക്കിക്കൊണ്ടുവരും. കാരണം അതല്ലാണ്ട് അവൻ അറിയത്തില്ല എങ്ങനെ സ്വസ്ഥമായിട്ടിരിക്കണമെന്ന്. ശ്രമിക്കണവിടെ, പക്ഷെ സ്വസ്ഥത കിട്ടത്തില്ല. പക്ഷെ അവൻ നേരാ ചൊവ്വേ ജീവിക്കണമെന്നുണ്ടെങ്കിൽ, നേരാവണ്ണം ജീവിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ ജീവൻ പ്രവർത്തിക്കുന്ന എവിടെയാണെന്ന് പരിശോധിക്കണം, അവിടെ തന്നെ നിൽക്കണം. ശരീരം നേരാ ചൊവ്വ ജീവിക്കുന്ന ഒരു കുടുംബത്തിൽ നമുക്ക് സൃഷ്ടിക്കാൻ പറ്റും. അല്ല, കുടുംബമൊന്നുമല്ല, നേരെ ചൊവ്വേ ജീവിക്കുന്നത് എവിടെയാണ്? ഒരു അല്ല, നമ്മുടെ നിയന്ത്രണത്തിലല്ല ഒരു കാര്യം. അപ്പൊ നമ്മുടെ നിയന്ത്രണത്തിലാക്കുന്ന നിയമങ്ങൾ വേണം. താങ്കളുടെ നിയന്ത്രണം ചിലപ്പോൾ താങ്കളുടെ കയ്യിലായിരിക്കാം. എന്താണ് നിങ്ങൾ തുടക്കം മുതൽ ഒന്നും കൂടി ആവർത്തിച്ച് പറ, തുടക്കം മുതൽ തെളിച്ച് പറ, ആദ്യം മുതൽ പറ. താങ്കൾക്ക് താങ്കളെ നിയന്ത്രിക്കാൻ പറ്റുമായിരിക്കാം. ഇല്ല, നില്ല, അവിടെ നിർത്ത്. താങ്കൾക്ക് താങ്കളെ നിയന്ത്രിക്കുന്ന ഭാഗം അങ്ങനെയല്ല. ഇത് നിങ്ങൾ ഒരു വാചകത്തിൽ ഒരുപാട് കാര്യങ്ങൾ സ്ഥാപിച്ചങ്ങ് പോവുകയാണ്. എനിക്ക് എന്നെ നിയന്ത്രിക്കുന്ന ഭാഗമല്ല, അതല്ല. ആദ്യത്തെ ഭാഗം മനസ്സിലാക്കുക. ആദ്യത്തെ വരി തന്നെ നിങ്ങൾക്ക് അത് പരിശോധിക്കുക. ഞാൻ എന്നെ നിയന്ത്രിക്കുന്ന ഭാഗമല്ല, ഞാൻ അവിടെ എങ്ങനെയാണ് ഉണ്ടായിരിക്കുന്നത്, എന്തുകൊണ്ട് ഈ ശരീരം ഇങ്ങനെ പ്രവർത്തിക്കുന്നു, ആ പ്രവർത്തിക്കുന്ന കാരണമാണ് അതിനെ അവിടെ നിയന്ത്രിച്ച് നിലനിർത്തുന്നത്. അല്ല, ഞാനല്ല അതിന് തീരുമാനം എടുക്കുന്നത്. അവിടെ അങ്ങനെ ഒരു ശരീരമുണ്ട്, ശരീരത്തിൽ ജീവനുണ്ട്. ഇതൊന്നും എൻ്റെ തീരുമാനമല്ല. അപ്പം അങ്ങനെ ഒരു പറഞ്ഞു തീരട്ടെ മാഷ, പറഞ്ഞു തീരട്ടെ. അതിനിടയിൽ കയറാതെ. അപ്പോൾ അങ്ങനെ അവിടെ ഒരു സംവിധാനം നിലനിൽക്കുന്നുണ്ട്. ആ സംവിധാനത്തെ പരിചയപ്പെടുന്നു. അതാണ് ജീവിതം. ഇനി അടുത്ത വരി പറ. അതായത് നമ്മൾ വെറുതെ ഇങ്ങോട്ട് കുറേ കാര്യങ്ങൾ ഇങ്ങോട്ട് പറയുക, കൊടുക്കണമെന്ന് പറയുക. മനസ്സിലായി? നമ്മൾ ഓരോ വരിയും ഓരോ വാക്കുകളും പരിശോധിച്ച് എന്താണ് നമുക്ക് കമ്മ്യൂണിക്കേഷൻ്റെ സാധ്യത എന്താണെന്നാണ് പരിശോധിക്കുന്നത്. പക്ഷേ എങ്ങനെ ഇല്ല, ഒന്നുമില്ല. അത് കംപ്ലീറ്റ് ഇറേസ് ചെയ്ത് ആരും വന്ന് ചെയ്തു പോയ കാര്യങ്ങളൊന്നും ഇവിടെ എടുക്കുന്നില്ല. ഇവിടെ ആരും വന്ന് ചെയ്തു പോയ ഒരു കാര്യവും എൻ്റെ ശരീരത്തിൽ പ്രവർത്തിക്കുന്നില്ല. ഇവിടെ വന്നവരെല്ലാവരും മരിച്ചു പോയി. അവരുടെ ജീവിതം ജീവിച്ച് തീർത്തുപോയി. അല്ല, അവരാരും നമ്മുടെ ജീവിതത്തിലിട്ട് ഒന്നും ചെയ്തിട്ടില്ല. എൻ്റെ ശരീരം പ്രവർത്തിക്കുന്നത് അവരാരും ഇല്ല. ഞാനൊന്നും വാദിച്ചില്ല. നിങ്ങൾക്ക് ശ്രദ്ധയില്ല. ഒന്നും വാദിച്ചില്ല. എൻ്റെ ശരീരം അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ശ്രദ്ധിച്ച് കേൾക്കുക. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. എൻ്റെ ശരീരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ആ പ്രവർത്തിക്കുന്ന ശരീരത്തെ ഞാൻ തിരിച്ചറിയുന്നു. അത് എന്താണ് അതിനെ പ്രവർത്തിപ്പിക്കുന്നത്, അത് എത്രത്തോളം വൃത്തിയായിട്ട് ഈ നിമിഷത്തിൽ തിരിച്ചറിഞ്ഞ് അനുഭവിക്കാൻ പറ്റുന്നു. ഇത് മാത്രമേ എന്നെക്കൊണ്ട് ചെയ്യാനുള്ളൂ. അല്ലാണ്ട് ഒന്നും വാദിക്കാനൊന്നുമില്ല. ഈ വാദിക്കുന്ന ഭാഗം എൻ്റെ കയ്യിലില്ല സുഹൃത്തെ. നിങ്ങളോട് വാദിക്കുന്ന ഭാഗമല്ല. അതിൻ്റെ അങ്ങനെ ഒരു താല്പര്യം, അങ്ങനെ ഒരു ആവശ്യമേ ഇല്ല. മറ്റൊരാളെ എതിർക്കുക, മറ്റൊരാൾ പറയുന്ന പൊട്ടത്തരമാണെന്ന് പറയുക, അങ്ങനെ ഒരു ആവശ്യമില്ല. അങ്ങനൊരു റിക്വയർമെൻറ്റ് എങ്ങും കാണുന്ന പോലും ഇല്ല. നിങ്ങൾ തെറ്റാണെന്ന് പറയുക. നിങ്ങളുടെ ജീവിതം താങ്കൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിച്ചിട്ട് താങ്കൾക്ക് വളർച്ചയിൽ മാറ്റം ഉണ്ടാവും. ശരീരത്തിന് ആവശ്യമായ ഭക്ഷണം കഴിക്കണം, എന്നാലാണ് ശരീരത്തിന് മാറ്റം ഉണ്ടാവുള്ളൂ. നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ഒന്നും കൂടി പരിശോധിക്കും. ഇത്രയും നേരം നമ്മളിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ്? അതുമായിട്ട് നിങ്ങൾ എവിടെയെങ്കിലും പൊരുത്തപ്പെട്ടാലേ ഒരു ഭാഷ തുറക്കത്തുള്ളൂ. ഇവിടെ കമ്മ്യൂണിക്കേഷൻ്റെ ഭാഷ തുറക്കാൻ നിങ്ങൾ അനുവദിക്കുന്നില്ല. മനസ്സിലായി? പരസ്പരം ഒരു ബന്ധം ഉണ്ടാക്കാനുള്ള യാതൊരു സാധ്യതയും നിങ്ങൾ തയ്യാറല്ല. ചേമ്പലപ്പുറത്ത് വെള്ളം ഒഴിക്കുന്ന പോലെയാണ് നിങ്ങളിരുന്ന് സംസാരിക്കുന്നത്. നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ താല്പര്യമില്ല. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ആശയങ്ങളോട് കൊള്ളാം, അതിനൊന്നും ഇവിടെ ആരും തൊടുന്നില്ല. എൻ്റെ ജീവിത ശൈലി ഇല്ല.
എനിക്ക് ജീവിത ആവശ്യത്തിനായിട്ട് താങ്കളാണല്ലോ ഇങ്ങനെ. ജീവിത നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ മുഴുവനും അപ്രസക്തമാണ്. നിങ്ങളുടേതെന്ന് ചോദിക്കാൻ അതിന് ആൻസർ ഇല്ല. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള അനുഭവത്തിൽ നിന്നുകൊണ്ട് സംസാരിക്കാം. അതിൽ മറ്റൊരാളെ ചോദ്യം ചെയ്യുന്ന ഭാഗത്ത് ഇവിടെ ഉത്തരം തരാൻ ഒന്നുമില്ല. ആദ്യം ഈ ഭാഗം ഇത്രയും കാലമായിട്ട് ഇത് തന്നെയാണ് പല പ്രാവശ്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇരിക്കുന്ന ഇവിടെ ആരും ചോദ്യം ചെയ്യുന്നില്ല. ക്രിട്ടിക്കൽ തിങ്കിൻ്റെ ജീവിതശൈലികൾ, ക്രിട്ടിക്കൽ തിങ്ക് എങ്ങനെയാണ് ജീവിക്കുന്നത്, ഇങ്ങനെ ഒരു ഭാഗമില്ല. നിങ്ങൾ ശരിയാണോ തെറ്റാണോ, നിങ്ങൾ പറഞ്ഞത് പൊട്ടത്തരമാണ്, ഇങ്ങനെ ഒരു വിഷയവും ഇവിടെയില്ല. നിങ്ങൾ പറയുന്നതിൻ്റെ ഉത്തരവാദിത്വം നിങ്ങളുടെ കയ്യിലാണ്. അത് തെളിച്ചു കൊണ്ടുവരണമെന്നുള്ള താല്പര്യം നിങ്ങളുടെ കയ്യിലാണ്. ഇവിടെ ഇരിക്കുന്ന ആർക്കും നിങ്ങളുടെ ഭാഗം തെറ്റാണെന്നോ ശരിയാണെന്നോ തെളിയിക്കാനുള്ള യാതൊരു താല്പര്യവുമില്ല. അങ്ങനെ ഒരു താല്പര്യമേ ഇല്ല. കാരണം ഓരോരുത്തർക്കും അവരുടെ ജന്മവും ജീവിതവും എത്രത്തോളം മനോഹരമായിട്ട് ആസ്വദിക്കാൻ പറ്റുന്നു അതിൽ മാത്രമേ ഇവിടെ ശ്രദ്ധിക്കുന്നുള്ളൂ. അതിനാണ് ഇവിടെ മുൻതൂക്കം കൊടുക്കുന്നത്. അല്ലാതെ മറ്റൊരാൾ എന്താണ് ചെയ്യുന്നത്, അയാൾ തെറ്റാണ്, അയാളെ ഇടിച്ചു താഴ്ത്തുക, അയാളെക്കാൾ കേമനാണ് ഞാൻ, ബുദ്ധിമാനാണ് എന്നൊന്നും ഇവിടെ ഒന്നും ആർക്കും ഒരു തീരുമാനമില്ല. ഇവിടെ യാതൊരു ക്ലെയിമും വെക്കുന്നില്ല. മനസ്സിലായി? ഇത് ഇത്രയും നാളായിട്ട് നിങ്ങളോട് ഇത് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ആ ഭാഗം മനസ്സിലാകുന്നില്ല. എന്നുവെച്ചാൽ നിങ്ങൾ കമ്മ്യൂണിക്കേഷന് തയ്യാറായിട്ടില്ല, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തയ്യാറായിട്ടില്ല. മനസ്സിലായി? നിങ്ങൾ മറ്റുള്ളവരെ കൺട്രോൾ ചെയ്യാനാണ് നോക്കുന്നത്. പക്ഷേ ഇവിടെ ആരും കൺട്രോൾ പാനലിലോട്ട് പോകുന്നില്ല. അങ്ങനെയുള്ള എന്നിട്ട് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക, ഇവിടെ സംസാരം എന്ന് പറയുന്നത് വളരെ വ്യക്തമായിട്ട് ബഹുമാനത്തോടു കൂടി പരസ്പരം സ്നേഹത്തോടെ കൈ കൊടുക്കുന്ന ഭാഗത്തു നിന്നാണ് തുടങ്ങുന്നത്. എന്നുവെച്ചാൽ സ്നേഹത്തോടുകൂടി, മനസ്സിലായേ, വളരെ ബഹുമാനത്തോടെ നീയും ഞാനും ഒന്നാണ്. നമുക്ക് രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ താങ്കളുടെ വാദമാണ് ശരിയെന്ന് പറയാൻ വേണ്ടി താങ്കൾ ഒരാളെ ലെഫ്റ്റ് അടിച്ച് താഴ്ത്തോട്ട് വിടുക, അതാണ് താങ്കളുടെ ശരി. നിങ്ങൾക്ക് ഇപ്പോഴും മനസ്സിലാകുന്നില്ല സുഹൃത്തെ. ഇത് താങ്കളുടെ ശരിയും അല്ലെങ്കിൽ ഇയാളുടെ ശരിയും ഒന്നും അല്ല. ഇത് എൻ്റെ ശരിയും എൻ്റെ അവസ്ഥ, എനിക്ക് ശരിയെന്നുള്ള ഭാഗത്ത് ഞാൻ ജീവിക്കുന്നു. അതല്ലാണ്ട് എൻ്റെ ശരി നിങ്ങളോട് പറയുന്ന ഭാഗമില്ല. എനിക്ക് ശരിയെന്ന് പറഞ്ഞ ഭാഗത്താണ് ഞാൻ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് പറയുന്നില്ല, പറയുന്നത് അതൊന്നുമല്ല. ഇത് ശരിയും തെറ്റിൻ്റെ ഭാഗമൊന്നും അല്ല സുഹൃത്തെ. നിങ്ങൾക്കിപ്പോഴും പറയുന്നത് ശ്രദ്ധിക്കുന്ന ഭാഗത്തോട്ട് എത്തുക നിങ്ങൾ. എന്നാലേ നമ്മൾക്ക് പരസ്പരം ഒരു ബന്ധം ഉണ്ടാകത്തുള്ളൂ. നമ്മൾ തമ്മിലൊരു ബന്ധം ഉണ്ടായാലേ സംസാരിക്കാൻ പറ്റത്തുള്ളൂ. നിങ്ങളോട് ബന്ധമില്ലാതെ സംസാരിക്കാൻ പറ്റത്തില്ല. ആദ്യം പരസ്പരം ഒരു ബന്ധം വേണം. ആദ്യം പരസ്പരം ബന്ധം വേണം. ആ ബന്ധം അനുഭവിച്ചറിയാൻ പറ്റുന്ന ഒന്നാണ്. അതിൽ നിന്നാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ആദ്യം പരസ്പരം ബന്ധം വേണം. ആ ബന്ധം എപ്പോഴും സ്നേഹത്തിലേ ആകത്തുള്ളൂ. അത് നാളൊന്നുമില്ല, അത് പിന്നെ നിത്യമാണത്. ഒരു വ്യക്തിക്ക് മറ്റൊരു വ്യക്തിയുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ ജീവൻ്റെ ഭാഗത്തെ ബന്ധമുള്ളൂ. ആ ബന്ധം തിരിച്ചറിഞ്ഞത് നിത്യമാണ്. അതവിടെ രണ്ടുപേരുടെയും ജീവിതത്തിൻ്റെ ഉന്നമനത്തിനും വളർച്ചയ്ക്കും കാരണമായി മാറിക്കൊണ്ടിരിക്കുകയാണ് നിരന്തരം. അതിനാണ് കുടുംബം. രണ്ടുപേരും പരസ്പരം മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ ഞാൻ മാത്രമാണ് ശരിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോവും ആ വാദം. ഇല്ല, അങ്ങനെ പറയുന്നില്ല. നിങ്ങൾ വാക്കുകളെ ശ്രദ്ധിക്കുന്നില്ല. ഞാൻ മാത്രം എന്നൊരു ഭാഗമില്ല. എന്നിൽ ജീവൻ പ്രവർത്തിക്കുന്നതും നിങ്ങളിൽ ജീവൻ പ്രവർത്തിക്കുന്നതും എവിടെയാണ് ഒരുപോലെ എന്നുള്ള ഭാഗത്ത് യോജിക്കാൻ പറ്റുന്നത്, അവിടെയാണ് ബന്ധം ആരംഭിക്കുന്നത്. അപ്പോഴേ ബന്ധം ആരംഭിക്കുന്നുള്ളൂ. അങ്ങനെ ഇല്ലെങ്കിൽ അവിടെ ബന്ധമില്ല. അതുകൊണ്ടാണ് നിങ്ങൾ പറയുന്ന കാര്യങ്ങൾക്കൊന്നും നമ്മൾക്ക് ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ പറ്റുന്നില്ല. മനസ്സിലായേ? നിർഭാഗ്യകരമാണ്. അത് എനിക്ക് കേൾക്കാൻ പറ്റുന്നൊരു ഭാഗത്തല്ല നിങ്ങളുടെ സംസാരം. അതുകൊണ്ടാണ് അതിന് പ്രതികരിക്കാൻ പറ്റാത്തത്. പക്ഷേ ഉത്തരമല്ല, ഇവിടെ ആരും ഉത്തരം തരുന്നില്ല, പ്രതികരണം മാത്രമേ ഉള്ളൂ. നമ്മൾ പരസ്പരം ഒരുമിച്ചിരുന്ന് ആ കാര്യപ്രാപ്തിയുടെ ഭാഗം, ആ ഓരോ വ്യക്തിയും നിലനിൽക്കുന്ന അവസ്ഥയുമായിട്ടുള്ള ബന്ധത്തെ തുറന്ന് എടുത്തുകൊണ്ടിരിക്കുന്നു. ഓരോ വ്യക്തിയും ജീവിക്കുന്ന അവസ്ഥയെ തെളിച്ചെടുക്കുന്നു. അത് ഓരോരുത്തരും ചെയ്യുന്നു. അവരുടെ ഭാഗം എന്താണെന്ന് അവരവർ തീരുമാനിക്കുന്നു. അല്ല അവരുടെ ഭാഗം മറ്റാളത് ഇടപെടുകയല്ല. ഓരോരുത്തരുടെയും ഭാഗം അവരവർ തനിയെ തീരുമാനിക്കുന്നു. എത്രത്തോളം എനിക്ക് എന്നിൽ സജീവമായിട്ട് ഇരിക്കാൻ പറ്റുന്നു. ഇത് നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ വ്യക്തിയും അവനവനിൽ എത്രത്തോളം സജീവമാകാൻ പറ്റുന്നു, അത് നിരന്തരം ചെയ്യുന്നിടത്താണ് ജീവിതം തുടരുന്നത്.
ഓക്കെ, ഞാൻ വേറെ കാര്യം പറയാം. താങ്കളെ പോലെ ഒരു 100,000 വ്യക്തികൾ, ആ വ്യക്തികൾക്ക് നിയമം വേണ്ട. അപ്പൊ എന്തായിരിക്കും സംഭവിക്കുക? ഒന്ന് താങ്കളുടെ ഇല്ല, നിങ്ങൾ ഇതൊന്നും നമ്മളുടെ ഭാഷയല്ല മാഷേ. ഇതൊക്കെ നിങ്ങളുടെ സ്വപ്നമാണ്, ഇതൊക്കെ നിങ്ങളുടെ സങ്കല്പങ്ങളാണ്. ഇതിനൊന്നും നമ്മൾക്ക് പ്രതികരിക്കാനുള്ള യാതൊരു ശേഷിയുമില്ല. ഇതൊക്കെ നിങ്ങൾ കാണുന്ന സ്വപ്നങ്ങളാണ്. നിങ്ങൾ കാണുന്ന സ്വപ്നത്തിൽ നമ്മളെന്ത് സംസാരിക്കാനാണ്? നമുക്കവിടെ സംസാരിക്കാനൊന്നുമില്ല. അവിടെ ഒരു ബന്ധവുമില്ല ഈ പറയുന്ന കാര്യങ്ങളുമായിട്ട് നമ്മൾക്ക് ഉണ്ടാകുന്നില്ല സുഹൃത്തെ. മനസ്സിലായി? നിങ്ങളുടെ സ്വപ്നം നിങ്ങളുടേത് മാത്രമാണ്. നിങ്ങളുടെ സ്വപ്നത്തിൽ എനിക്ക് ഇടപെടാനുള്ള യാതൊരു സാധ്യതയും എൻ്റെ കയ്യിലില്ല. നമ്മളിവിടെ സംസാരിക്കുന്നത്, അതുകൊണ്ട് വീണ്ടും എത്രായിരം വട്ടം വേണേലും പറയാം. മനസ്സിലായോ? കാരണം നിങ്ങളോട് നമുക്ക് സ്നേഹമുണ്ട്. ആ സ്നേഹം നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റുന്നില്ല. മനസ്സിലായി? നിങ്ങൾ ആ സ്നേഹം അനുഭവിക്കത്തക്ക രീതിയിൽ നിങ്ങൾ തയ്യാറായി വരുന്നില്ല. മനസ്സിലായി? അത് എനിക്കൊന്നും ചെയ്യാനില്ല ഇവിടെ. മനസ്സിലായി? സ്നേഹത്തിൽ മാത്രമേ നമുക്ക് സംസാരിക്കാൻ പറ്റത്തുള്ളൂ. മനസ്സിലായി? സ്നേഹം എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ. താങ്കൾ എന്റെ ഭാഷയിൽ സ്നേഹമില്ല എന്ന് പറയുന്നത്, ഞാൻ എത്ര മനോഹരമായിട്ട് സംസാരിക്കുന്നു. എന്റെ വായിൽ നിന്ന് അനാവശ്യമായ വാക്കുകളും ഞാൻ ചോദ്യം ചെയ്യുന്നുണ്ട്, പക്ഷെ എന്റെ വായിൽ നിന്ന് ഒരു അനാവശ്യമായ വാക്കുകൾ എന്റെ വായിൽ വരില്ല. ഇല്ല, അതിൽ കഥയില്ല. അനാവശ്യമായിട്ടുള്ള വാക്കുകൾ എന്നുള്ളത് നിങ്ങൾ സ്വപ്നത്തിലായി ഇരിക്കുന്നത്. നിങ്ങൾ സ്വപ്നത്തിലിരുന്നിട്ട് നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊന്നും ഇവിടെ നമ്മളുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അവിടെ തന്നെ പോയി. മനസ്സിലായി? അവിടെ പിന്നെ വേറെ കാര്യങ്ങളൊന്നുമില്ല. അനാവശ്യമായിട്ടുള്ള വാക്കുകളൊന്നും പ്രസക്തിയൊന്നുമില്ല. നിങ്ങൾ എന്ത് പറയും? തെറി വിളിച്ചാൽ എല്ലാം ഞാൻ സമ്മതിച്ചു. താങ്കൾ ഇന്ന് പറയുന്നത് നാളെ മാറ്റി പറയൂ എന്ന് ഞാൻ പറയുകയാണെങ്കിൽ താങ്കൾ അംഗീകരിക്കോ അംഗീകരിക്കില്ലേ? ഇത് നമ്മൾ ഇല്ല, ഇവിടെ ഇതിന് ഈ അവസ്ഥയിൽ കൂടെ തന്നെ മുന്നോട്ട് പോകും. ഇല്ല, ഇത് പ്രസക്തിയില്ല. കാര്യങ്ങൾ ഉൾക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകും എന്ന് താങ്കൾ പറയുകയാണെങ്കിൽ ഞാൻ അംഗീകരിച്ച് ഞാൻ ഈ സംസാരം എടുത്ത് ടോപ്പിക്കിൽ ഇവിടെ നിർത്തി. ഇല്ല, നമ്മൾ അങ്ങനെ, നിങ്ങൾക്ക് ഇപ്പോഴും മനസ്സിലാകുന്നില്ല. നമ്മൾ പറയുന്നതല്ല കാര്യം. നിങ്ങൾ ഇപ്പോഴും ശ്രദ്ധിക്കുന്നില്ല. നിങ്ങൾ നമ്മൾ പറയുന്ന ഒരു അക്ഷരം പോലും ശ്രദ്ധിക്കാൻ തയ്യാറല്ല. ഇത് മറ്റൊരാളെ പരിശോധിക്കുന്ന ഭാഗമല്ല. ഇത് പല പ്രാവശ്യം പറഞ്ഞ് മറ്റൊരാളെ വിധിക്കുന്നൊരു ഭാഗമില്ല. പക്ഷേ ഇവിടെ അതല്ല ചെയ്യുന്നത് സുഹൃത്തെ. ഇവിടെ അതല്ല നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ മറ്റൊരാൾ എന്ത് പറയുന്നു, അയാൾ പറഞ്ഞത് ശരിയാണോ തെറ്റാണോ എന്ന് പരിശോധിക്കുന്ന ഭാഗമല്ല. നിങ്ങൾ അനുഭവിക്കുന്ന എങ്ങനെയാണെന്ന് നിങ്ങൾ തന്നെത്താൻ തിരക്കുകയാണ്. അല്ല, നിങ്ങൾ ശരിയാണോ തെറ്റാണോ എന്നൊന്നും ഇവിടെ ആരും നോക്കുന്നില്ല. ഇവിടെ വരുന്നവർ അവരവരെ അനുഭവിക്കാൻ പറ്റുന്നുണ്ടോ? അവരവരെ അനുഭവിക്കുന്ന അവസ്ഥയിലിരുന്ന് സംസാരിക്കുന്നു. അതിൽ നമ്മൾക്ക് ഒരു കാര്യം പറയാം. ഇവിടെ ഇത്രയും പേര് താങ്കൾ ഒരു തലം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ബോധത്തിൽ ഒരു തലത്തിൽ മാറ്റം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഈ വ്യക്തികളൊന്നും ഈ ഗ്രൂപ്പിൽ ഉണ്ടാവില്ല. ഇതെല്ലാം നിങ്ങളുടേതായിട്ടുള്ള തീരുമാനങ്ങളാണ്. അതെല്ലാം ആയിക്കോട്ടെ, ഇതൊക്കെ നിങ്ങളുടെ താല്പര്യങ്ങളാണ്. ഉണ്ടാകാതിരിക്കുകയോ അതൊക്കെ നടക്കേണ്ടതാണെങ്കിൽ നടന്നോട്ടെ. ഇതൊന്നും നമ്മളുടെ ആദ്യം വിഷയമല്ല. മനസ്സിലായി? ഈ ഗ്രൂപ്പിൽ എത്ര പേരുണ്ടാകണം, ഉണ്ടാകത്തില്ല, അതിനൊന്നും അല്ല നമ്മൾ നോക്കുന്നത്. മനസ്സിലായി? അത് നോക്കുന്നവരെ നോക്കിക്കോട്ടെ. നിങ്ങളുടെ താല്പര്യം ഇങ്ങനെയുള്ള ചില കാര്യങ്ങളാണ്. ഗ്രൂപ്പിൽ എത്ര പേരുണ്ടാകും, അതുണ്ടാകത്തില്ല, ഇങ്ങനെയൊക്കെയുള്ള തീരുമാനങ്ങൾ നിങ്ങളെടുത്തിട്ട് അതിനകത്തൊന്നും നമ്മൾ ഇടപെടുന്നില്ല. നമ്മളിവിടെ വളരെ മനോഹരമായിട്ട് ഓരോ വ്യക്തിയും അവനവൻ്റെ ജീവിതം, അതല്ലാണ്ട് മറ്റൊരാളെ ചോദ്യം ചെയ്യുന്നൊരു ഭാഗമില്ല. ഇവിടെ വന്നിരിക്കുന്ന ആരൊക്കെയാണെന്നുള്ള ഭാഗം ഇവിടെ ആരും പരിശോധിക്കുന്നില്ല. ഇവിടെ വന്നിരിക്കുന്ന ശരത്ത് ശരിയാണോ, ക്രിട്ടിക്കലി ശരിയാണോ തെറ്റാണോ, ഇതൊന്നും നമ്മുടെ വിഷയമല്ല. നമുക്ക് സംസാരിക്കുന്ന ഭാഗത്ത് ഏറ്റവും മനോഹരമായിട്ട് ആ സംസാരം കൊണ്ട് എന്ത് അഡ്വാൻറ്റേജ് ഈ നിമിഷത്തിലൂടെ അനുഭവിച്ച് തുടർന്ന് പോകാൻ പറ്റും എന്നുള്ളൊരു ഭാഗമാണ്. ഈ നിമിഷത്തിൽ സംസാരം കൊണ്ട് ഒട്ടും ഡാമേജ് ഇല്ലാതെ അവനവനെ കുറച്ചും കൂടി മനോഹരമായിട്ട് തിരിച്ചറിയാൻ പറ്റുന്നുണ്ടോ, അതാണ് ഇവിടെ പരിശോധിക്കുന്നത്. അതായത് അനുനിമിഷം നമ്മൾ പരിശോധിച്ച് അനുഭവത്തെ തെളിച്ചു കൊണ്ടുപോകുന്ന ഭാഗത്താണ് എത്രത്തോളം നന്നായിട്ട് തെളിച്ചെടുക്കാൻ പറ്റുന്നത്. അതാണ് ഇവിടെ ഇത്രയും കാലങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഓരോ ദിവസം ചെല്ലുന്തോറും അതിൻ്റെ തെളിച്ചം കൂടിക്കൂടി വരുന്നു.
നമ്മളുടെ ശരീരത്തിൻ്റെ ഭാഗം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മുടെ ശരീരത്തിൻ്റെ ആ ഭാഗം ശ്രദ്ധിക്കാൻ സാധിക്കുന്നത് ആദ്യം നമ്മളുടെ ആമാശയത്തിൻ്റെ ഭാഗമാണ്, അബ്ഡോമിനൽ റീജിയനാണ്. അവിടെ എക്സ്പാൻഷനും കോൺട്രാക്ഷനും പെർഫെക്റ്റായിട്ട് വർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് ഇമോഷണൽ ഭാഗത്ത് സ്ട്രെങ്ത് ഉണ്ടാകത്തുള്ളൂ. നമുക്ക് ഇമോഷണൽ സ്ട്രെങ്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം സ്ട്രോങ് ആവണം. അവിടെ പെർഫെക്റ്റ് ആയിട്ടുള്ള എക്സ്പാൻഷനും കോൺട്രാക്ഷനും വർക്ക് ചെയ്യണം. ആ ഡൈജസ്റ്റീവ് സിസ്റ്റം സ്റ്റേബിൾ ആയില്ലെങ്കിൽ എന്ത് പറ്റും, നമുക്ക് കൂഞ്ഞുണ്ടാവും. നമ്മളുടെ ലങ്സ് നമ്മൾ മുന്നോട്ട് വളയും. നമ്മൾ മുന്നോട്ട് വളയാനുള്ള കാരണം എന്താണ്? നമ്മൾ മുന്നോട്ട് വളയാനുള്ള കാരണം ഡൈജസ്റ്റീവ് സിസ്റ്റം ക്ലിയറായിട്ട് വർക്ക് ചെയ്യുന്നില്ല. തല നിവർത്തി പിടിക്കാൻ പറ്റത്തില്ല, നടുവേദന, മനസ്സിലായോ? അതുപോലെ തന്നെ അതിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ ഈ കസേരയിൽ ഇരിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് ഭയങ്കര ഡാമേജിങ്ങാണ്. ഈ കസേരയിലിരിക്കുക, നമ്മൾ നിലത്ത് കാലും മടക്കി ഇരിക്കുന്നതാണ് നമ്മൾ ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള പൊസിഷൻ. കസേരയിൽ കൂടുതൽ സമയം ഇരിക്കും തോറും ബോഡിയിലെ ബ്ലഡിൻ്റെ സർക്കുലേഷൻ നല്ല രീതിയിൽ പോയിസണസ് ആകുകയും, കാരണം ബ്ലഡ് അവിടെ നംനെസ് ഉണ്ടാകുകയാണ് ചെയ്യുന്നത്, ബ്ലഡിൻ്റെ സർക്കുലേഷൻ നല്ല രീതിയിൽ കുറയുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ബോഡിയിൽ ഒരുപാട് ടോക്സിസിറ്റി ഉണ്ടാവും. അപ്പോൾ എപ്പോഴും കാല് പൊന്തിച്ച് വെച്ച് കാലൊപ്പം ഇരിക്കണം നമ്മൾ ഇരിക്കുമ്പോൾ. എത്രത്തോളം നമുക്ക് ഈ കാല് പൊക്കി കാല് മടക്കി വെച്ചിരിക്കാൻ സാധിക്കുന്നു, കാല് തൂക്കിയിട്ട് ഇരിക്കുന്നത് ബോഡിക്ക് ഭയങ്കര സ്ട്രെയിനാണ് ഉണ്ടാക്കുന്നത്. അപ്പം നമ്മൾ ആ ഭാഗം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലോവർ അബ്ഡോമിൻ്റെ ഭാഗം അവിടെ എക്സ്പാൻഷനും കോൺട്രാക്ഷനും കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മളുടെ മാനസികാവസ്ഥ അല്ലെങ്കിൽ ശാരീരികമായിട്ടുള്ള അവസ്ഥകൾ മാറാൻ തുടങ്ങും. ലോവർ അബ്ഡോമിൻ്റെ ഭാഗത്ത് എക്സ്പാൻഷൻ കോൺട്രാക്ഷൻ പെർഫെക്റ്റായിട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ സിസ്റ്റം ലൈവാകും. അപ്പോൾ അതേ തുടർന്ന് നമുക്ക് നമ്മുടെ ചെസ്റ്റിൻ്റെ ഭാഗം, നെഞ്ചിൻ്റെ ഭാഗത്ത്, അപ്പോഴാണ് നമ്മൾ ഇമോഷണൽ മറ്റുള്ളവരുമായിട്ട് സംസാരിക്കുമ്പോൾ മനപ്രയാസം, അതുമാത്രമല്ല തെളിച്ചമുണ്ടാകാതെ പോകുന്ന ഭാഗം, നമ്മൾ അറിവ് അനുഭവമാക്കി മാറ്റുകയാണ്. ഒരാൾ സംസാരിക്കുമ്പോൾ അറിവ് അനുഭവമായിട്ട് കൺവേർട്ട് ചെയ്യണം, എന്നാൽ മാത്രമേ അയാളായിട്ട് ബന്ധം ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ അറിവ് അനുഭവമായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അവിടെ നമുക്കൊന്നും ചെയ്യാനില്ല, അവിടെ ഒന്നും ചെയ്യാനില്ല. നമ്മുടെ അനുഭവത്തിൽ തുടരുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. മറ്റൊരാൾ സംസാരിക്കുന്ന കാര്യങ്ങൾ നമ്മളുടെ അനുഭവമായിട്ട് മാച്ചിങ് അല്ലെങ്കിൽ നമ്മളൊന്നും ചെയ്യണ്ട, അത് തനിയെ കടന്നു പോയിക്കോളൂ. അപ്പോൾ അവിടെ എന്താണ് നമുക്ക് വിശേഷണങ്ങൾ കിട്ടുന്നത്, അനുഭവമായിട്ട് മാറ്റാൻ പറ്റുന്നത് എന്താണ്, അത് മാറിക്കൊള്ളൂ. അത് മാറ്റുന്ന ഭാഗം പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് എന്താണ് വേണ്ടത് അതെടുക്കുകയും വേണ്ടാത്തതിനെ ഒഴിവാക്കുകയും ചെയ്യും. ഇപ്പോൾ തീരെ പാഴ് ഭക്ഷണം, ഒരു ഗുണവുമില്ലാത്ത ഭക്ഷണമാണ് കഴിച്ചെങ്കിൽ അതിനകത്ത് ദഹിക്കാനൊന്നുമില്ലെങ്കിൽ എന്ത് പറ്റും, വയറിളകുകയോ ഛർദ്ദിക്കുകയോ ഒക്കെ ചെയ്യും. അത് ചെയ്യണം, മനസ്സിലായോ? അത് ചെയ്യണം. ഇതാണ് പലപ്പോഴും നമുക്ക് അസ്വസ്ഥതയെന്ന് പറയുന്നത്. നമുക്ക് ദേഷ്യപ്പെടുന്നു, വാശി, വൈരാഗ്യം, വിദ്വേഷം, ഇതെല്ലാം വരുന്നത് എന്താണ്? വേണ്ടാത്തത് മാത്രം വരുന്നതുകൊണ്ടാണ്, മനസ്സിലായോ? നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ പറയട്ടെ, ഈ അറിവ് അനുഭവമാക്കി മാറ്റുന്നത് ആക്ച്വലി അത് നമുക്ക് കോൺഷ്യസ് ആയിട്ട് ചെയ്യുന്ന പ്രോസസ്സാണല്ലേ ഈ മനനം എന്ന് പറയുന്നത്? നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഭക്ഷണം എന്ന് പറയുന്ന ഒരു അറിവായിരുന്നു, അത് അനുഭവമാക്കി മാറുന്നത് എപ്രകാരമാണ് സംഭവിക്കുന്നത്? ഭക്ഷണം നമുക്കൊരു അറിവാണ്, ഇന്നതാണ് അല്ലേ, ഇന്നതല്ലേ കഴിച്ചത്. നമ്മൾ ചോറും സാമ്പാറും കൂട്ടിയാണ് കഴിച്ചത് ചോറും സാമ്പാറും, ഇതാണ് അറിവ് അല്ലേ. അതിന് രുചിയുണ്ടായിരുന്നു, നല്ല മണമുണ്ടായിരുന്നു, സ്വാദോടുകൂടി കഴിച്ചു. ഇത്രയും ഭാഗം അറിവാണ്. പക്ഷെ ഇനി ഇത് കൺവേർട്ടഡ് ആകുന്നത് എന്താണ്? ഇത് അനുഭവമായിട്ട് കൺവേർട്ടഡ് ആകുകയാണ് അല്ലേ. ആ അനുഭവമായിട്ട് കൺവേർട്ടഡ് ആകുന്നിടത്ത് നമ്മളുണ്ടാകണ്ടേ? ആ അനുഭവമായിട്ട് എങ്ങനെയാണ് കഴിച്ച ഭക്ഷണം കൺവേർട്ടഡ് ആകുന്ന ഭാഗത്ത് നമ്മുടെ ശ്രദ്ധയുണ്ടാകണം.
ഉം? അവിടെയൊക്കെ നമുക്ക് ശ്രദ്ധ കൊടുക്കാൻ പറ്റുമോ സാർ? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കഴിച്ച ആഹാരത്തിൽ അനുഭവമായിട്ട് കൺവേർട്ടഡ് ആകുന്ന ഭാഗത്ത് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ആഹാരം നമുക്ക് പ്രോപ്പറായിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റത്തില്ല. ആഹാരത്തിൻ്റെ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്, ശ്രദ്ധിച്ച് കേൾക്കണേ, ഈ ആഹാരത്തിൻ്റെ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് വീട്ടിൽ പുളിശ്ശേരിയും സാമ്പാറും ഉണ്ടാക്കാനുള്ള റെസിപ്പി അറിയുന്നതല്ല കേട്ടോ. അതല്ല ആഹാരത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പെന്ന് പറയുന്നത്. ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് തന്നെ ശരീരം തയ്യാറാവും. ഇന്ന ആഹാരമാണ് കഴിക്കാൻ പോകുന്നത്. സാമ്പാറല്ല. ശരീരം തയ്യാറാകുന്നത് സാമ്പാറിന് വേണ്ടിയിട്ടല്ല കേട്ടോ. ശ്രദ്ധിക്കണേ, ശരീരം തയ്യാറാകുന്നത് ആഹാരത്തിന് വേണ്ടിയിട്ടാണ്, സാമ്പാറിന് വേണ്ടിയിട്ടല്ല. അങ്ങനെ തയ്യാറാകുന്നൊരു ശരീരമുണ്ട്. ആ ഭാഗം പിടികിട്ടിയോ? ആഹാരം, അതായത് ശരീരം പ്രിപ്പയർഡ് ആവുന്നുണ്ട്. അതെ, ശരീരം പ്രിപ്പയർഡ് ആകുന്നുണ്ട്. മനസ്സിലായി? ഇതുപോലെ തന്നെ കേൾക്കാൻ വേണ്ടിയിട്ട് ശരീരം പ്രിപ്പയർഡ് ആകുന്നുണ്ട്. മനസ്സിലായോ? കേൾക്കാൻ വേണ്ടി ഒരു ആന്തരികമായിട്ടുള്ളൊരു ഇൻ്റലിജൻസ് ഉണ്ട്. ആ ഇൻ്റലിജൻസ് റെഡിയാകുന്നില്ലെങ്കിൽ നമ്മൾ എങ്ങനെയൊക്കെ ശ്രദ്ധിച്ച് കേട്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. പക്ഷേ എനിക്കൊന്നും മനസ്സിലായില്ലെന്ന് പറയേണ്ടി വരും. പിന്നെ നമ്മൾ ബുദ്ധി കൊണ്ടല്ല കേൾക്കേണ്ടത്, നമ്മളുടെ അനുഭവം കൊണ്ട് കേൾക്കാൻ പഠിക്കണം. മനസ്സിലായി? ബുദ്ധി കൊണ്ട് കേൾക്കുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. നമ്മളിപ്പം വിശപ്പ് എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ശരീരം ആഹാരത്തെ എടുക്കാനുള്ള പ്രിപ്പറേഷൻ ആണെന്ന് പറയാൻ പറ്റില്ല. എന്തോ? വിശപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന്, അതായത് ആഹാരത്തിന് റിസീവ് ചെയ്യാനുള്ള പ്രിപ്പറേഷൻ ആണെന്ന് പറയാൻ പറ്റില്ലേ? തീർച്ചയായിട്ടും. അറിവിൻ്റെ ഒരു തലമാണത് വിശപ്പ്. ശരീരത്തിൻ്റെ അനുഭവത്തിൽ ചില മാറ്റങ്ങളുണ്ടായി അല്ലേ? അപ്പോൾ നമ്മളവിടെ ഫുഡ് വീണ്ടും നമ്മൾ കൊടുക്കുന്നു. അപ്പോൾ ഓരോ പ്രാവശ്യം ഭക്ഷണം കഴിക്കുമ്പോഴും നമ്മളിൽ വളർച്ച ഉണ്ടാകണം. എന്തിൻ്റെ വളർച്ച? ഞാനിപ്പോൾ ചോറും സാമ്പാറും കഴിക്കുക, എനിക്ക് വിശന്നിട്ട് കഴിക്കാം, വിശപ്പില്ലാതെയും കഴിക്കാം. അപ്പം ഈ രണ്ട് ഭാഗത്തും ഡൈജസ്റ്റ് ചെയ്ത് മാറുന്നത് വ്യത്യസ്തമായിട്ടുള്ള ഭാഗത്തിലോട്ടാണ്. തീർച്ചയായിട്ടും. വിശപ്പില്ലാതെ കഴിച്ചു കഴിഞ്ഞാൽ അത് ശരീരത്തിൻ്റെ ഇൻ്റലിജൻസ് അവിടെ വർക്ക് ചെയ്യുന്നില്ല അല്ലേ? എന്നിട്ട് ബുദ്ധിയുടെ ഇൻ്റലിജൻസാണ് വർക്ക് ചെയ്യുന്നത്. എന്നിട്ട് ഭക്ഷണം കൊടുക്കുകയാണ്. ബുദ്ധി മാത്രമല്ല, അവിടെ വേറെ ഒരുപാട് ദുഷിപ്പും കൂടെ ഉണ്ട്. വിശപ്പില്ലാതെ കഴിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചോളം അതിന് ഒരുപാട് രോഗമുണ്ട് അവിടെ. മനസ്സിലായി? വേറെ ഒത്തിരി പ്രശ്നങ്ങൾ കിടപ്പുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു ഭക്ഷണം കഴിക്കാൻ പറ്റുന്നത് തന്നെ. നമ്മൾ ഒരാൾ പറഞ്ഞൊരു കാര്യം കേട്ടിട്ട് അയാളെന്താ അങ്ങനെ പറഞ്ഞത് എന്ന് പറഞ്ഞിരിക്കുന്നുണ്ടെങ്കിൽ അവിടെ ഈ വിശപ്പില്ലാതെ ആഹാരം കഴിച്ചതുപോലെയാണ്. അത് നമ്മൾ ആ സ്പോട്ടിൽ അത് ന്യൂട്രലൈസ് ചെയ്യണം. അയാളെന്താ അങ്ങനെ പറഞ്ഞത്, അയാൾ അങ്ങനെ പറഞ്ഞത് ശരിയായില്ലല്ലോ. എന്താ കാരണം? ഇൻഡൈജഷനാണ്. മനസ്സിലായോ? അവിടെ ഇൻഡൈജഷനാണ്. അവിടെ അങ്ങനെ വരാൻ പാടില്ല. മനസ്സിലായി? ഒരാൾ പറഞ്ഞ കാര്യം കേട്ടിട്ട് ഉള്ളിൽ കിടന്ന് കറങ്ങുകയാണ്. മനസ്സിലായി? ഉള്ളിൽ കിടന്നിങ്ങനെ നമുക്കൊരു ചോയ്സ് ഉണ്ടല്ലോ സാർ. അതായത് ഭക്ഷണത്തിന്റെ കാര്യത്തിലാണെങ്കിൽ വിശപ്പ് എന്ന് പറയുന്ന ഒരു അറിവ് വരുന്നത് നമുക്ക് സെൻസ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് ആ ഭാഗത്ത് മാത്രം നമുക്ക് ഭക്ഷണം എടുക്കാമെന്ന് വിചാരിക്കാം. പക്ഷെ വേറൊരാൾ പറയുന്നത് നമുക്ക് ആ ഒരു ദഹനം നടക്കണമെങ്കിൽ നമ്മൾ എങ്ങനെയായിരിക്കും നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെക്കേണ്ടത്? നമ്മളെപ്പോഴും ക്ലിയർ ആയിട്ടിരിക്കുകയല്ലേ, നമ്മുടെ ക്ലാരിറ്റിയിലിരിക്കുകയാണ് അല്ലേ, അനുഭവ ക്ലാരിറ്റിയിലിരിക്കുകയാണ്. ഇതിൽ തുടർന്നാൽ പോരെ. നമ്മുടെ ജോലി ഉത്തരവാദിത്വം എന്താണ്? ഈ തെളിച്ചത്തിലിരിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ഉത്തരവാദിത്വം ഈ തെളിച്ചത്തിലിരിക്കുക, ഫുൾ ടൈം ഈ തെളിച്ചത്തിലിരിക്കുക, ഒരേപോലെ അനുഭവത്തിലിരിക്കുക. ഇത്രയേ ഉള്ളൂ. മനസ്സിലായോ? നമ്മൾ അനുഭവത്തിൽ എന്തോ ഓട്ടോമാറ്റിക്കലി ഈ അറിവ് ദഹിച്ചു മാറും. അതെ, ആ തെളിച്ചത്തിനാണ് പവറുള്ളത്. ആ തെളിച്ചമാണ് ശരിക്കുള്ള പവർ. ശക്തി എന്ന് പറഞ്ഞാൽ എന്താണ്? ആ തെളിച്ചമാണ്. മനസ്സിലായോ? ആ തെളിച്ചമാണ് ശക്തി എന്ന് പറഞ്ഞത്.
ഇവിടെ അതാണ് നമുക്ക് മാനേജബിൾ ശക്തി വന്ന് മനസ്സിലാക്കുക. കാരണം തെളിച്ചത്തിൽ ഇരിക്കാൻ പറ്റുന്നു. ശക്തി എന്താണ്? ശക്തി അവിടെ തെളിഞ്ഞിരിക്കുന്നു, അതാണ് ശക്തി. അല്ലാണ്ട് എനിക്ക് 10 പേരെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന അത് ശക്തിയല്ല, അത് ശക്തിയല്ല, അത് ദുരന്തമാണ്. എൻ്റെ ശക്തി എന്ന് പറയുന്നത് തെളിഞ്ഞിരിക്കാൻ സാധിക്കുന്നു, എന്നുവെച്ചാൽ തെളിഞ്ഞ് ജീവിക്കുന്നു, തെളിഞ്ഞ് അനുഭവിച്ചിരിക്കുന്നു, അതാണ് ശക്തി. അപ്പോൾ ശക്തി നമുക്ക് കൈകാര്യം ചെയ്യാവുന്ന ഭാഗത്താണ്. ക്ലിയർ അല്ലേ? മറ്റേത് ആഹാരം പാകം ചെയ്യുന്നതിനെ പറ്റി ഒന്ന് പറയാം. എന്തോ ആഹാരം പാകം ചെയ്യുന്നതിനെ പറ്റി ഒന്ന് പറയാം. അതെ, ആഹാരം പാചകം ചെയ്യുന്ന കാര്യത്തിൽ ഇപ്പോൾ ഇന്നലെ ഒരു പുതിയൊരു ഡിഷ് ഇവിടെ ഉണ്ടാക്കി. അപ്പോൾ എന്നോട് ചോദിച്ചത് ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ടോ? ഇല്ല, ഞാൻ ചെയ്തിട്ടില്ല. ഇത് ആദ്യമായിട്ട് ചെയ്യും. ഓക്കെ, ആദ്യമായിട്ട് ചെയ്യും. പക്ഷേ സംഭവം ഭയങ്കര സൂപ്പറായിരുന്നു. എല്ലാവരും ഭയങ്കര ടേസ്റ്റായിട്ട് കഴിച്ച്. മനസ്സിലായി? എന്താ കാര്യം? എന്താ കാരണം നമ്മളുടെ ശരീരത്തിൻ്റെ ഇൻ്റലിജൻസിൽ നിന്നാണ് ചെയ്യുന്നത്. ഇന്നലെ എൻ്റെ മൂത്ത മകൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ ആയിട്ട് സംസാരിക്കുന്ന ഭാഗം നോക്കിയിട്ട് ഇല്ല, നടക്കുന്നില്ല, നമ്മളില്ല, സംസാരിക്കുന്നില്ല. മനസ്സിലായോ? മിണ്ടാതിരുന്നു. അതൊക്കെ ഇന്നലെ ഫോൺ ചെയ്ത് പോകാൻ പറഞ്ഞ് നിങ്ങൾ എങ്ങനെയെങ്കിലും ഒന്ന് തൊലഞ്ഞു പോട്ടെ എന്ന് പല പ്രാവശ്യം ഞാൻ ആലോചിച്ചിട്ടുണ്ട്. മനസ്സിലായോ? ഇവൻ്റെ ഉള്ളിലിരിക്കുന്നൊരു ഭാഗം പറയാനുള്ളൊരു അവസരം അവനും ഉണ്ടായി. മനസ്സിലായി? ഈ ഭാഗം അവൻ്റെ ഉള്ളിലിരിക്കുകയാണ് ഇത്രയും കാലങ്ങളായിട്ട്. അവനത് പറയാൻ സാധിച്ചു. മനസ്സിലായി? കാരണം നിങ്ങളെ കൊണ്ടുള്ള ശല്യം അത്രക്കേറെയാണ് എന്ന് പറയുമ്പോൾ ഞാൻ എങ്ങനെയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്? ഞാൻ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ്? ഇങ്ങനെ തന്നെ, ഒരേപോലെ. മനസ്സിലായി? അവിടെ യാതൊരു മാറ്റവും ഇല്ല. അതാണ് ശക്തി. കാരണം അവന് അത് പറയാനുള്ള അവസരം, അവിടെ അവൻ്റെ വളർച്ച സംഭവിക്കുകയാണ്. അവൻ്റെ വളർച്ചയാണ് സംഭവിക്കുന്നത്. എന്താണ്? അവൻ്റെ ഉള്ളിലുള്ള ദുഷിപ്പുകൾ ഇങ്ങനെ പുറത്തോട്ട് വരികയാണ്. മനസ്സിലായി? അവൻ്റെ ഉള്ളിൽ ഉള്ള തെറ്റായ സാധനങ്ങൾ പുറത്തോട്ട് വരാനുള്ള ഫ്രീഡം അവിടെ കിട്ടി. അല്ലെങ്കിൽ ഇവൻ പറയത്തില്ല. മനസ്സിലായ? പിടികിട്ടിയ? ഒരാൾ എല്ലാം വിളിച്ചു പറഞ്ഞു, എന്തും പറയാൻ സാധിക്കുന്ന അയാൾക്ക്. ആരുടെ നേരെയാണ് എന്തും പറയാൻ സാധിക്കുന്നത്? ശക്തിയുടെ മുമ്പിൽ മാത്രമേ എന്തും പറയാൻ പറ്റത്തുള്ളൂ. അത് എന്തും വിളിച്ചു പറയാൻ പറ്റും. ശക്തിയുടെ മുമ്പിൽ മാത്രമേ നടക്കത്തുള്ളൂ. കാരണം അവിടെ മാത്രമേ അതുകൊണ്ട് പ്രയോജനമുള്ളൂ. ശക്തിയുടെ മുമ്പിൽ അല്ലെങ്കിൽ അവിടെ അടിയും വഴക്കും പ്രശ്നങ്ങളും എല്ലാം ഉണ്ടാവും. എന്നുവെച്ചാൽ അവിടെ രോഗം ഉണ്ടാവും. ശക്തിയുടെ മുമ്പിൽ വരുമ്പോൾ രോഗം ഉണ്ടാകത്തില്ല. അപ്പം നമ്മൾ ഒരാളെ കേൾക്കുമ്പോൾ നമുക്ക് അസ്വസ്ഥത ഉണ്ടെങ്കിൽ നമ്മുടെ ശക്തിയിലല്ല നമ്മളിരിക്കുന്നത്. നമ്മുടെ ശക്തിയിലാണെങ്കിൽ അസ്വസ്ഥത ഉണ്ടാകണ്ടല്ല. ക്ലിയർ അല്ലേ? അപ്പം നമ്മുടെ ശക്തിയിൽ നമ്മളിരിക്കണം. അപ്പോൾ ആഹാരം കഴിച്ചാൽ നമ്മുടെ ശക്തിയിലല്ലെങ്കിൽ നമുക്ക് എന്തുണ്ടാവും? നമുക്കൊരുപാട് ബുദ്ധിമുട്ടുകളുണ്ടാവും. ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവും, ഇല്ലേ? അതെ. അപ്പോൾ ആഹാരം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലോട്ട് വരുന്നതെല്ലാം എന്തൊക്കെയാണ്? നമ്മുടെ ഉള്ളിലോട്ട് വരുന്നതെല്ലാം ആഹാരമാണ്. ഇതിനെന്താ ചെയ്യുന്നത്? ഇതിനെ ദഹിപ്പിച്ച് കളയണ ചെയ്യുന്നത്. അല്ലാണ്ട് അത് ചിന്തയായിട്ട് മാറുകയല്ല. മനസ്സിലായി? അത് ചിന്തയായിട്ട് മാറ്റുകയല്ല ചെയ്യുന്നത്. അത് ദഹിപ്പിച്ച് കളഞ്ഞു. അപ്പോൾ നമ്മൾ സമാധാനത്തിൽ തന്നെ തുടരുന്നു. അതുകൊണ്ടാണ് നമുക്ക് മനഃപ്രയാസമില്ലാത്തത്. പക്ഷേ അതുകൊണ്ടാണ് ഇപ്പോൾ ഒരാൾ തെറി വിളിച്ചു, നമ്മൾ തെറി വിളിക്കുന്നത്. ആ തെറി വിളിക്കുന്നത് നമ്മളപ്പം തന്നെ അത് ദഹിപ്പിച്ച് കളയും. കാരണം എന്താണ്? തെറി വിളിക്കുന്ന ആളുടെ അവസ്ഥ എന്താണ്? അയാൾ അസ്വസ്ഥനാണ്. ആ അസ്വസ്ഥതയാണ് നമ്മൾ ദഹിപ്പിക്കുന്നത്. അയാളുടെ തെറിയല്ല നമ്മളവിടെ തൊടുന്നത്. മനസ്സിലായി? അയാളുടെ അനുഭവം എന്താണ്? അയാളുടെ അനുഭവം പ്രോപ്പറല്ല. അയാൾക്ക് മര്യാദക്ക് അയാൾ അനുഭവിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് തെറി വിളിക്കുന്നത്. നമ്മൾ ഈ വാക്കേലാണ് കയറി പിടിക്കുന്നത്. പക്ഷേ സംഭവിക്കുന്നത് എന്താണ്? നമ്മളുടെ ഉള്ളിലും അയാളുടെ അസ്വസ്ഥത നമ്മളുടെ ഉള്ളിലും വന്നു കഴിഞ്ഞ്, കാരണം നമ്മൾക്ക് തെളിച്ചമില്ല, ശക്തിയില്ല. അയാളുടെ അസ്വസ്ഥത നമ്മളെ ബാധിച്ചു അല്ലേ? എന്നിട്ടാണ് നമ്മൾ പ്രതികരിക്കുന്നത്. അപ്പോൾ പോയില്ലേ? മനസ്സിലായി? അപ്പോൾ പോയി, കയ്യിൽ നിന്ന് വിട്ടുപോയി. മനസ്സിലായി? നമ്മൾ അസ്വസ്ഥനായി കഴിഞ്ഞാൽ
നമ്മളിൽ ശക്തിയില്ല. അപ്പോൾ നമ്മളിൽ ശക്തി വരണം. ആ ശക്തി നമുക്ക് എവിടെ നിന്നാണ് കിട്ടണം? നമ്മൾ കഴിക്കുന്ന ഭക്ഷണം. ആ കഴിക്കുന്ന ഭക്ഷണം അവിടെ തൊട്ട് ശക്തി തുടങ്ങി അല്ലേ? ആ തെളിഞ്ഞ് നിൽക്കണം. കഴിച്ച ഭക്ഷണം വളരെ ഇമ്പോർട്ടൻ്റാണ്. അതിൻ്റെ പച്ചക്കറി കഴിച്ചു, ഇറച്ചി കഴിച്ചു, അത് കഴിച്ചു, ഇത് കഴിച്ചു, കൊന്നു തിന്നു, അതൊന്നുമല്ല. മനസ്സിലായോ? നമ്മൾ ഭക്ഷണം കഴിച്ചു. ആ ഭക്ഷണം നമ്മൾ എങ്ങനെയാണ് ഭക്ഷണത്തെ കൊണ്ടുവരുന്നത്? ഇതിനൊക്കെ പ്രോസസ്സുണ്ട്. ഇതൊക്കെ കൊണ്ടുവരുന്നതിന് പ്രോസസ്സ് ഓരോ വ്യക്തിക്കും കഴിയുന്നത് എങ്ങനെയാണ്? ഓരോ വ്യക്തിക്കും കഴിയുന്നത് എങ്ങനെയാണ്? പക്ഷെ അവൻ്റെ കഴിയുന്നത് എങ്ങനെയാണ്? ഇത് ശ്രദ്ധിച്ച് കേൾക്കണേ. എങ്ങനെയാണ് കഴിയുന്നത് എന്ന് വെച്ചാൽ എന്താണ്? അവൻ്റെ കഴിവ് അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതാണ്. മനസ്സിലായി? അവൻ്റെ കഴിവ്. ഇനി അത് അടുത്തൊരു ഭാഗം ശ്രദ്ധിക്കുക. അവൻ്റെ കഴിവ് എവിടെയാണ് അവൻ കാണുന്നത്? അവൻ്റെ മൂമെൻസിലാണ്. എവിടെയാണ് അവൻ്റെ കഴിവ് കാണുന്നത്? അവൻ്റെ രണ്ട് കൈയും യോജിച്ച് വരുന്നത് എവിടെയാണ്? അവിടെയാണ് അവൻ്റെ ശ്രദ്ധ വരേണ്ടത്. രണ്ട് കൈയും യോജിക്കുന്നുണ്ടോ? എന്താണ് ഈ രണ്ട് കൈയും യോജിക്കുന്നുണ്ടോ എന്ന് പറഞ്ഞ ഭാഗം എന്താണ്? എന്താണെന്ന് പറയാമോ? എന്തോ? ബാലൻസ്ഡ് ആണ്. ചെയ്യുന്ന പ്രവൃത്തിയിൽ ശ്രദ്ധയുണ്ട്. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഒരു അടുക്കളയിലൊരു കുപ്പി എടുത്ത് രണ്ട് കൈയും കൊണ്ടാണ് ഈ കുപ്പി എടുത്ത് തുറക്കുന്നത് അല്ലേ? രണ്ട് കൈ കൊണ്ടല്ല, ഒരു കൈ കൊണ്ടല്ല ഒരു കുപ്പി പിടിച്ച് മറ്റേ കൈ കൊണ്ട് അതിൻ്റെ അടപ്പ് തുറക്കുന്നല്ലേ? രണ്ട് കൈയുടെ യോജിപ്പാണ്. ഈ യോജിപ്പിൽ തന്നെയാണ് എല്ലാ കാര്യങ്ങളും പോകേണ്ടത്. രണ്ട് കൈ ഒന്നിച്ച് വരണം. അത് അപ്പോഴാണ് എന്തോ? അതെ, ആ രണ്ട് കൈയും യോജിക്കുന്നിടത്ത് അവിടെ ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. എന്നുവെച്ചാൽ രണ്ട് കൈ ഒരുപോലെ വരണം. അത് വളരെ ഇമ്പോർട്ടൻ്റാണ്. രണ്ട് കൈയും രണ്ട് വഴിക്ക് മൾട്ടി ടാസ്കിങ്ങിലോട്ട് പോകുന്നു. അതുകൊണ്ട് എന്താ കാര്യം ഇരിക്കുന്നത്? ദോഷമാണ്. നമ്മളുടെ ഉള്ളിൽ ആന്തരികമായിട്ട് മൾട്ടി ടാസ്കിങ് നടക്കുന്നുണ്ട്. അത് നമ്മൾ അതിനകത്ത് ഇടപെടേണ്ട കാര്യമില്ല, അത് നടന്നോളും. പക്ഷെ നമ്മുടെ രണ്ട് കൈയും യോജിപ്പിൽ വരണം. അത് നമുക്കില്ല, എനിക്ക് രണ്ട് കൈ കൊണ്ട് രണ്ട് കാര്യം ചെയ്യാൻ പറ്റും, ഒരു കഥയില്ല. അതുകൊണ്ട് ബെനിഫിറ്റ് ഇല്ല, ദോഷമേ ഉണ്ടാകത്തുള്ളൂ. നമസ്കാരം പറയാന്ന് പറയുന്നത് അതെ, ഇത് നമസ്കാരം എന്ന് പറഞ്ഞാൽ കൈകൊണ്ട് പറഞ്ഞാൽ നമസ്കാരം ആകത്തില്ല കേട്ടോ. നമസ്കാരം എന്ന് പറയുമ്പോൾ നമ്മൾ സ്റ്റേബിളായിട്ട് നിന്ന് ഇങ്ങനെ സംസാരിക്കുമ്പോൾ നമസ്കാരമായി കഴിഞ്ഞു. മനസ്സിലായി? നമസ്കാരം എന്ന് പറഞ്ഞാൽ സ്റ്റെബിലിറ്റിയിൽ ഇങ്ങനെ സംസാരിക്കുമ്പോൾ മറ്റൊരാൾ അയാളെ കാണുകയും ഞാൻ എന്നിൽ യോജിച്ച് നിൽക്കുന്നു എന്ന് പറയുമ്പോൾ മറ്റൊരാൾക്ക് അയാളിൽ യോജിക്കാതെ നമ്മളോട് സംസാരിക്കാൻ പറ്റത്തില്ല. മനസ്സിലായി? ഞാനിങ്ങനെയാണ്, ഇതാണ് നമസ്കാരം. മനസ്സിലായി? അപ്പോൾ ആ നമസ്കാരത്തിൽ നിൽക്കുമ്പോൾ മറ്റൊരാളാകാതെ നമ്മളുമായിട്ട് ഒരു ബന്ധത്തിനും ഒരു സാധ്യതയില്ല. കിട്ടിയ? എക്സാക്ട്ലി, ബാലൻസ്ഡ് ആണ്. ഇപ്പോൾ നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ ഇതുപോലെ തന്നെ വണ്ടി ഭയങ്കര റിച്ചാണ്. എന്താണ്? വണ്ടി ഓടിക്കുമ്പോൾ നമ്മൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ തോന്നും അല്ലേ? ഒരുപാട് കാര്യം ചെയ്യും, ഭയങ്കര എക്സ്പേർട്ട് ആയിരിക്കുമ്പോൾ. പക്ഷെ അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? നമ്മുടെ ഹൃദയത്തിലോട്ട് വരത്തില്ല, നമ്മൾ ബുദ്ധിയിലോട്ട് പോകും. എങ്ങോട്ടാണ് പോകണം? നമുക്ക് പറ്റുന്ന അബദ്ധം എന്താണ്? നമ്മുടെ ബുദ്ധിയിലോട്ട് പോകും. മനസ്സിലായോ? നേരെ ബുദ്ധിയിലോട്ടാണ് പോകുന്നത്, ഹൃദയം കിട്ടത്തില്ല. മനസ്സിലാവും? ഇപ്പോൾ നമ്മൾ മറ്റൊരാളെ കളിയാക്കുന്നു, എന്തുകൊണ്ടാണ്? ഹൃദയത്തിലോട്ട് എത്തുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ മറ്റൊരാളെ കളിയാക്കുന്നത്, ബുദ്ധിയിലോട്ടാണ് പോകുന്നത്. ഹൃദയത്തിലോട്ടാണെങ്കിൽ എന്ത് സംഭവിക്കും? ആ മറ്റൊരു വ്യക്തിയെ കളിയാക്കാതെ ഇരിക്കുന്ന ഭാഗം, മറ്റൊരു വ്യക്തിയെ കളിയാക്കാതെ ഇരിക്കുന്ന ഭാഗം, മറ്റൊരാൾ പൊട്ടത്തരമാണ് പറഞ്ഞതെന്ന് പറയാതെ ഇരിക്കാൻ സാധിക്കുന്ന ഭാഗം,
അത് കാരണം യോജിപ്പാണ് വേണ്ടത്. അതെ, യോജിപ്പാണ് വേണ്ടത്. ഇപ്പം നമ്മുടെ രണ്ട് കൈയും യോജിക്കുന്നുണ്ടെങ്കിൽ, ഈ രണ്ട് കൈ യോജിക്കുന്നുണ്ടെങ്കിൽ ഇത് ഭയങ്കര ശ്രദ്ധിച്ച് നോക്കി കാണും. നമ്മളുടെ അഡിക്ഷനെല്ലാം എന്താ ചെയ്യുന്നത്? നമ്മുടെ അഡിക്ഷനെല്ലാം നമ്മുടെ കൈയെ വിഘടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ കൈയെ വിഘടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. എല്ലാ അഡിക്ഷനും മനസ്സിലായി. കൈ യോജിക്കുന്ന ഭാഗം ശ്രദ്ധിച്ചാൽ നമുക്ക് അഡിക്ഷൻസ് എല്ലാം എടുത്ത് കളയാം. എല്ലാ അഡിക്ഷൻസും എടുത്ത് കളയാം. ഇത്ര വളരെ സിമ്പിളാണ്. പക്ഷെ നമ്മുടെ കൈകൾ തമ്മിൽ പരസ്പരം അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? നമ്മുടെ ശരീരത്തിൽ തന്നെ കൈയുടെ വിയോജിപ്പ് കാണാം. ശരീരം ചൊറിയുന്നു, ചൊറിച്ചിൽ വരുന്നു, അപ്പോൾ അവിടെ പോയി മാന്തി ചൊറിക്കുന്നു. ഒരു കൈ മാത്രമേ ഉള്ളൂ അവിടെ. ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മതി, മനസ്സിലായോ? രണ്ട് കൈയും സജീവമായിട്ട് പ്രവർത്തിക്കുന്ന ഭാഗം നോക്കിക്കോ. ഒരുപാട് കാര്യങ്ങൾ ബോഡിയിൽ വേണ്ടാത്ത കാര്യങ്ങളെ ഒഴിവാക്കി കളയാം. രണ്ട് കൈയും യോജിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ അവിടെ ആരോഗ്യം കൂടുതലാണ്, ബോധം മെച്ചപ്പെട്ട്. നമ്മളിപ്പോൾ വേറൊരാളുടെ കൈ ഹോൾഡ് ചെയ്യുമ്പോഴാണെങ്കിലും ഇത് തന്നെയല്ല ഓ, അയാളുടെ കൈ എൻ്റെ കൈയാണ്, മനസ്സിലായോ? ആ കൈ പിടിക്കുമ്പോൾ യാതൊരു തീരുമാനം ഇല്ലാണ്ടാണ് പിടിക്കുന്നത്. കാരണം നമ്മുടെ രണ്ട് കൈയും കൂടി പിടിക്കുമ്പോൾ എന്തെങ്കിലും തീരുമാനം ഉണ്ടോ? ഇല്ല. അതുപോലെ പിടിക്കണം, മനസ്സിലായോ? അതുപോലെ പിടിക്കണം. നമ്മൾ ശാരീരികമായി തന്നെ നമ്മളെന്ന് പറയുന്ന അവസ്ഥയിലേക്ക് ഷിഫ്റ്റായി. എക്സാക്ട്ലി. അവിടെ പൊരുത്തപ്പെട്ട് അപ്പോൾ മാത്രമേ നമുക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ. മറ്റൊരാളോട്ട് പൊരുത്തപ്പെടാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ ശരീരത്തിൻ്റെ അടിമയാണ്, എന്നുവെച്ചാൽ ബുദ്ധിയുടെ അടിമയാണ്. അവിടെ ഹൃദയം കൊണ്ടാണ് മറ്റൊരാളോട്ടുള്ള ബന്ധം വരുന്നത്. അവിടെ ബുദ്ധി മെമ്മറി കുറഞ്ഞ്, മനസ്സിലായോ? അവിടെ മെമ്മറി തനിയേ കുറയും. അവിടെ ഹൃദയത്തിൻ്റെ ഭാഷ സജീവമാവും. അപ്പോഴാണ് നമുക്ക് അതീന്ദ്ര ജ്ഞാനമൊക്കെ വരുന്നത്. കാരണം എന്താണ്? കാരണം എന്താണ് അതീന്ദ്ര ജ്ഞാനത്തിൻ്റെ കാരണം എന്താണ്? അതെ. അപ്പം എന്താണ് സംഭവിക്കുന്നത്? അപ്പോൾ എന്താ സംഭവം? സെൻസസ് കോർഡിനേറ്റഡ് ആകുമ്പോൾ അന്തരീക്ഷത്തിലുള്ള മർദ്ദത്തിൻ്റെ ഭാഗം നമ്മുടെ അനുഭവത്തിൽ വരും. അന്തരീക്ഷത്തിലെ മർദ്ദം വരുമ്പോൾ വൈബ്രേഷൻസ് വന്ന അപ്പോൾ കാലാവസ്ഥയിലുണ്ട്. എക്സാക്ട്ലി. അപ്പോഴാണ് നമുക്ക് കാലാവസ്ഥയിലുണ്ടാകുന്ന വ്യതിചലനങ്ങൾ, ഭാവി എന്നൊക്കെ പറയുന്നത്. സത്യത്തിൽ ഭാവിയല്ല, ഇത് വൈബ്രേഷൻസാണ്. ഓക്കെ, ഒരു വ്യക്തി നമ്മുടെ അടുത്ത് വരുമ്പോൾ അയാളുടെ വൈബ്രേഷൻ നമ്മൾ കംപ്ലീറ്റ് സെൻസ് ചെയ്യണം, മനസ്സിലായോ? അയാളുടെ ചരിത്രവും ഭാവിയും ഭൂതവും എല്ലാം അവിടെ കൈ കിട്ടിക്കഴിഞ്ഞു ഇമ്മീഡിയറ്റ്ലി, മനസ്സിലായോ? വിത്ത് ഇമ്മീഡിയറ്റ് ഇഫക്റ്റാണ്. അത് അയാളുടെ പ്രസൻസ് നമ്മുടെ അടുത്ത് വരുമ്പോൾ തന്നെ അയാളെ ഡീകോഡ് ചെയ്ത് കഴിഞ്ഞു, മനസ്സിലായി? അയാൾ ഒരുമാതിരിപ്പെട്ടവർക്ക് നമ്മുടെ അടുത്ത് വരാൻ പറ്റത്തില്ല. ആർക്കാ വരാൻ പറ്റുന്നത്? നമ്മളുമായിട്ട് സിങ്ക്രണൈസ് ചെയ്യുന്നവർക്ക് മാത്രമേ വരാൻ പറ്റത്തുള്ളൂ. എല്ലാവർക്കും വരാൻ പറ്റത്തില്ല. കാര്യം മനസ്സിലായ? ഇത് കൃത്യമായിട്ട് മനസ്സിലാകും. ഈ ഭാഗത്ത് എത്തിയില്ലെങ്കിൽ ഒരു വ്യക്തി ജീവിക്കുന്ന ഭാഗത്തോട്ട് ആകത്തില്ല. ഈ ഭാഗത്ത് എത്തുമ്പോഴാണ് നമ്മൾ ജീവിക്കാൻ തുടങ്ങുന്നത്. അപ്പോഴേ നമ്മൾ ജീവിക്കാൻ തുടങ്ങുന്നുള്ളൂ. ഭക്ഷണം അമ്മ പാകം ചെയ്യുന്ന ഭക്ഷണം അമ്മ വ്യത്യസ്തപ്പെടുന്നത് അമ്മ നമസ്കാരത്തിലാണ് അല്ലേ? അതെ, അമ്മയുടെ ശരീരമാണ് തരുന്നത്, മനസ്സിലായ? ഇപ്പോൾ എൻ്റെ അമ്മയുടെ ഭാഗം പറയണമെങ്കിൽ എൻ്റെ അമ്മച്ചി 51-ാമത്തെ വയസ്സിൽ മരിച്ചുപോയി. 9 പ്രസവിച്ച്. ആദ്യത്തെ പ്രസവം കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞ് പ്രസവിക്കാൻ പാടില്ല, ഇനി പ്രസവിച്ചാൽ മരിച്ചു പോകുമെന്ന് പറഞ്ഞു. അമ്മച്ചി മരിച്ചു പോകുമെന്ന് പറഞ്ഞു, മനസ്സിലായ? പക്ഷേ എൻ്റെ അമ്മ 9 പ്രസവിച്ച് ഒരു കുട്ടി മരിച്ചുപോയി. 51-ാമത്തെ വയസ്സിൽ. ശരി, അമ്മച്ചി ഹാർട്ട് പേഷ്യൻ്റ് തന്നെയായിരുന്നു. പക്ഷേ ഈ മക്കളെ 8 പേരെയും വളർത്തി. ഞാനൊക്കെ കാണുന്നത്, ഞങ്ങൾ 4 പേരെ രാവിലെ സ്കൂളിൽ വിടണം, മനസ്സിലായി? സ്കൂൾ ബസ് വരുന്നത് 7 മണിക്കാണ്. 7 മണിക്കാണ് സ്കൂൾ ബസ് വരുന്നത്, മനസ്സിലായോ?
ഈ 4 പേർക്കുള്ള ഭക്ഷണം അമ്മ ഉണ്ടാക്കി ടിഫിൻ ക്യാരിയറിനകത്താക്കി രാവിലെ 7 മണിക്ക് മുമ്പ് ഇതെല്ലാം റെഡിയാക്കി തരും. ഞങ്ങളെ കുളിപ്പിക്കും, പിള്ളേരൊക്കെ എല്ലാവരും കൊച്ചു പിള്ളേരാണ് ഞങ്ങളെല്ലാവരും, മനസ്സിലായോ? എല്ലാവരെയും കുളിപ്പിച്ച് ഡ്രസ്സ് ചെയ്ത് ഈ തുണിയെല്ലാം റെഡിയാക്കി തരും, മനസ്സിലായോ? അപ്പോൾ ഞങ്ങൾ 2 ബാച്ചാണ്. ആദ്യത്തെ 4 പേരെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇടയിലുണ്ടായിരുന്ന ഒരാൾ മരിച്ചു പോയതാണ്. അതുകൊണ്ട് ഗ്യാപ്പ് വന്നത് അങ്ങനെയാണ്. ഈ ആദ്യത്തെ 4 പേരെന്ന് പറഞ്ഞാൽ കുറച്ച് സീനിയേഴ്സാണ്. അവരെല്ലാവരും അവരവരുടെ കാര്യങ്ങളുടെ ഭാഗത്തോട്ട് പോയി. അതപ്പോൾ ഞങ്ങളെ വളർന്ന വളർത്തിയ അമ്മച്ചി എന്ന് പറഞ്ഞത് ഒരു ആട്ടുപേശിയല്ല, എഴുന്നേറ്റ് നടക്കാൻ മേല, മനസ്സിലായോ? പക്ഷെ രാവിലെ 4 മണിക്ക് എഴുന്നേറ്റ് വന്ന് അടപ്പിൽ എന്നാൽ നോക്കണം. അതിനു മുമ്പ് 4-5 ജോലിക്കാർ വീട്ടിലുള്ള ഭാഗത്ത് നിന്നിരുന്നൊരു വീടായിരുന്നു. 4-5 പേര് വീട്ടിലെപ്പോഴും ജോലിക്കാരുണ്ടാവുമായിരുന്നു. ഇവരെല്ലാവരും പോയി ക്ഷയിച്ച്, മനസ്സിലായോ? ഇതൊന്നുമില്ല. അപ്പോഴും അമ്മയുടെ ജോലി, മനസ്സിലായി? അമ്മയുടെ ജോലിക്ക് ഒരു കുറവുമില്ല. അതാണ് അമ്മയുടെ പവർ, അതാണ്, മനസ്സിലായോ? അമ്മയുടെ പവർ അതാണ്. ആ പവറാണ് റിയൽ പവർ. ഇതാണ് എൻ്റെ ശക്തി എന്ന് പറയുന്നത്. അതാണ് അമ്മയായിട്ടുള്ള ബന്ധമാണ്, അതിൽ വേറെ ഒന്നുമല്ല, മനസ്സിലായോ? ആ അമ്മയായിട്ടുള്ള ബന്ധം, ആ അമ്മയായിട്ടുള്ള ആ സ്നേഹബന്ധം, ആ ബന്ധത്തിൽ എൻ്റെ ശരീരം വൃത്തിയായിട്ട് നിന്നു. ആ വൃത്തിയിൽ നിന്ന ശരീരം ഞാൻ പോലും അറിഞ്ഞില്ല. എന്നുവെച്ചാൽ അമ്മയായിട്ടുള്ള ബന്ധത്തിൽ ഇങ്ങനെ ഞാൻ പല വേണ്ടാത്ത കാര്യത്തിലോട്ടൊക്കെ പോകുമ്പോൾ എനിക്ക് പണി കിട്ടും, മനസ്സിലായി? എനിക്ക് പണി കിട്ടും. അപ്പോൾ ഇപ്പോഴെല്ലാം അവരെല്ലാം ഞാൻ വിചാരിച്ചേ ഒരു കാര്യം നടക്കണില്ലല്ല, ഒരു കാര്യം മര്യാദക്ക് ചെയ്യാൻ പറ്റുന്നില്ല, വേണ്ടാത്ത കാര്യങ്ങളാണല്ല. പക്ഷേ എന്താണ് പ്രൊട്ടക്റ്റ് ചെയ്തത്? എന്താണ്? ഈ അമ്മയാണ് എന്നെ പ്രൊട്ടക്റ്റ് ചെയ്തത്. പക്ഷെ ആ പ്രൊട്ടക്ഷൻ നിരന്തരം ഉണ്ടായിരുന്നു. ഇത് ഞാൻ അറിഞ്ഞപ്പോഴാണ്, ഇതറിഞ്ഞത് ഒരു ഇച്ചിരി ബോധം വെച്ച് വളർന്നു വന്നപ്പോഴാണ് ഓക്കെ ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പണ്ട് ചെറുപ്പത്തിൽ ഒരു സുന്ദരിയായ പെണ്ണ് അവളുടെ മുറിയിലോട്ട് എന്നെ വിളിച്ച്, പക്ഷേ എനിക്ക് ഈ മുറിയുടെ അകത്തോട്ട് കയറാൻ പറ്റിയില്ല. ഇവള് വിളിച്ചത് സെക്സിനാണ് വിളിച്ചത്, മനസ്സിലായോ? എനിക്ക് പ്രായമുള്ള സ്ത്രീയാണ്, പക്ഷേ നല്ല സുന്ദരിയാണ്. എനിക്കാണെങ്കിൽ കാമം എന്ന് പറഞ്ഞാൽ ലൈംഗികത എന്ന് പറഞ്ഞാൽ ഭയങ്കര ആസക്തിയുള്ള സമയമാണ്. പക്ഷെ അവിടെ ഡോറിനകത്തുനിന്ന് ഒരു കാലെടുത്ത് അകത്തോട്ട് വെക്കാൻ പറ്റും. ഞാൻ പിന്നെ ഇരുന്ന് ആലോചിച്ച് എന്ത് പൊട്ടനാണ് ഞാൻ, വട്ടനാണ്, എനിക്കകത്തോട്ട് കയറാൻ പറ്റിയില്ലല്ല, മനസ്സിലായി? ഞാനവിടെ വലിയ മാന്യനായിട്ട് നിന്നെന്നാണ് എൻ്റെ ചിന്ത. പക്ഷെ സത്യത്തിൽ എന്നെ പ്രൊട്ടക്റ്റ് ചെയ്തത് എൻ്റെ അമ്മയാണ്. എന്നെ പ്രൊട്ടക്റ്റ് ചെയ്തത് എൻ്റെ അമ്മയാണ്, മനസ്സിലായി? പല പ്രാവശ്യം ആലോചിച്ചിട്ടുണ്ട്. എനിക്ക് ഭയങ്കര നിരാശയുണ്ടായിട്ടുണ്ട്. ഇത്രയും സുന്ദരിയായിട്ടൊരു പെണ്ണിനെ ലൈംഗികമായിട്ട് ബന്ധപ്പെടാൻ അവളുടെ ബെഡ്റൂമിലൂടെ വിളിക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്, മനസ്സിലായ? ഞാൻ കയറിയില്ല, മനസ്സിലായ? എന്നാൽ ഞാൻ പെണ്ണുങ്ങളെ ബസ്സിനകത്തൊക്കെ എർത്തു വെക്കുകയും, മനസ്സിലായി? എവിടെ ലൈംഗികമായിട്ടുള്ള ഭാഗത്ത് എവിടെയെല്ലാം സാധ്യതയുണ്ട് അതിൻ്റെയൊക്കെ പുറകെ പല സ്ഥലത്തും ഓടി നടക്കുന്ന ആളാണ്, മനസ്സിലായി? പക്ഷെ ഈ ഒരു സന്ദർഭം വന്നപ്പോൾ എനിക്കിത് സാധിച്ചില്ല. അതിൽ കുറേ നാൾ നിരാശയായിട്ട് കടന്ന്. പക്ഷേ ഇപ്പം അഭിമാനമാണ്, മനസ്സിലായ? കാരണം എന്നെ പ്രൊട്ടക്റ്റ് ചെയ്തത് എനിക്ക് തിരിച്ചറിയാൻ സാധിച്ചു. ഇത് വേണ്ടാത്ത കാര്യത്തിലോട്ട് പോകാൻ പറ്റത്തില്ല. അവിടെ നമ്മളെ ഈ ഭാഗം നമ്മൾ തെളിച്ചെടുക്കണം. എന്നുവെച്ചാൽ അമ്മയായിട്ടുള്ള ബന്ധം തെളിച്ചെടുക്കുമ്പോൾ നമുക്ക് ആഹാ, മനസ്സിലായ? അപ്പോഴാണ് നമ്മൾ അറിയുന്നത് ഈ ബന്ധങ്ങൾ വെറുതെ ഉള്ളതല്ല. ഇത് വളരെ കാലങ്ങൾക്ക് ശേഷമാണ് അപ്പനുമായിട്ടുള്ള ബന്ധം. കാരണം അപ്പൻ രാവിലെ പോകും, മനസ്സിലായി? രാത്രിയെ വരത്തുള്ളൂ. അങ്ങനെ അപ്പനുമായിട്ട് ഡയറക്റ്റ് അങ്ങനെ ഒരു ബന്ധം അനുഭവത്തിലുണ്ടാകാൻ പറ്റിയിട്ടില്ലായിരുന്നു വളരെ ഏർലി സ്റ്റേജിൽ. പക്ഷെ ഉണ്ടായിരുന്നു അവിടെ. പക്ഷെ അത് ശരിക്കും റിയലൈസ് ചെയ്തത് ഒരുപാട് പ്രായം വന്നതിന് ശേഷമാണ് അത് റിപ്പയർ ചെയ്തൊക്കെ എടുത്തത്, മനസ്സിലായ? പക്ഷെ അവിടെ അമ്മയായിട്ടുള്ള ബന്ധം കിട്ടിയത് കൊണ്ടാണ് എനിക്ക് ഇത്രയും വലിയൊരു സവിശേഷത അനുഭവത്തിൽ തുടർന്നു കൊണ്ടുപോകാൻ പറ്റുന്ന. അമ്മ ഭയങ്കര വലിയൊരു നിധിയാണ്. അമ്മ ഒരു ഭയങ്കര വലിയൊരു നിധിയാണ്. എന്താ അല്ല അച്ഛൻ എന്താണെന്നുള്ള ഭാഗം, പിതാവെന്ന് പറയുന്നത് ആകാശമായിട്ടുള്ള ബന്ധമാണ്. ശരീരം വൃത്തിയുള്ള ശരീരമുള്ളവന് മാത്രമേ പിതാവ് എന്താണെന്ന് മനസ്സിലാകത്തുള്ളൂ. പിതാവ് ആകാശമായിട്ടുള്ള ബന്ധമാണ്. സൃഷ്ടിക്കപ്പെട്ട ശരീരത്തിൻ്റെ വ്യവസ്ഥ കൃത്യമായിട്ട് തരുന്നതാണ് അമ്മ. അപ്പോൾ ആ പുരുഷനെന്ന് പറയുന്നത് ആകാശവുമായിട്ടുള്ള ബന്ധമാണ്. അതുകൊണ്ടാണ് അറിവിനെ അനുഭവമായിട്ട് മാറ്റാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് അറിവിൽ നിന്നു പോകുന്നത്. എന്തുകൊണ്ടാണ്? സ്ത്രീയുമായിട്ടുള്ള ബന്ധം മര്യാദക്കല്ലാത്തതുകൊണ്ടാണ്.
സ്ത്രീയുമായിട്ടുള്ള ബന്ധം, അറിവിനെ അനുഭവമാക്കി മാറ്റാൻ പറ്റാത്തത് സ്ത്രീയുമായിട്ട്. അല്ലേ താങ്കൾ പറയണ വാദം എല്ലാരും അംഗീകരിക്കണം. താങ്കൾക്ക് അമ്മ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റൊരു അച്ഛൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സുഹൃത്തെ, ഇത് അനുഭവം എന്ന് പറയുന്നത് വാദങ്ങളല്ല. അനുഭവം എന്ന് നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം നിങ്ങൾക്ക് ഊർജം തരുന്നതെന്ന് പറയുന്നത് ഒരു വാദവുമല്ല. നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം നിങ്ങൾക്ക് ദഹിക്കണം, നിങ്ങൾ ദഹിച്ചാലേ നിങ്ങൾ എഴുന്നേറ്റ് നടക്കത്തുള്ളൂ എന്ന് പറയുന്നത് വാദങ്ങളൊന്നുമല്ല. ഇതൊക്കെ യാഥാർത്ഥ്യം. കുട്ടി ജനിക്കുമ്പോ അമ്മയില്ലെങ്കിൽ പിന്നെ അമ്മ ആ കുട്ടിനെ നോക്കുന്ന ആരാ? അതെ, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. ഒരു കുട്ടി വളർന്നു വരുന്നുണ്ടെങ്കിൽ അവിടെ ആ അമ്മത്വം ഉണ്ടെങ്കിൽ മാത്രമേ ഈ കുട്ടി വളരത്തുള്ളൂ. അമ്മ മരിച്ചുപോയി, പക്ഷെ അമ്മത്വം മരിച്ചു പോകത്തില്ല. ആ അമ്മത്വം മരിച്ചു പോകത്തില്ല. അത് ആരുടെ ഭാഗത്തുനിന്നും അത് കിട്ടാം. അത് കിട്ടിയാലേ ഒരു കുട്ടി വളരത്തുള്ളൂ, അല്ലെങ്കിൽ വളർച്ച സാധ്യമല്ല. ഒരു കുട്ടിക്ക് നല്ല പ്രോട്ടീനും ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള എല്ലാം കൊടുത്ത്, പക്ഷെ ആരോഗ്യം മെച്ചപ്പെടത്തില്ല. അമ്മത്വമുണ്ടെങ്കിൽ അവന് നല്ല ആരോഗ്യം ഉണ്ടാവും. ആഹാരത്തിൽ ഭയങ്കര പ്രോട്ടീനും ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള കാര്യങ്ങൾ കഴിച്ചുകൊണ്ട് ശരീരത്തിൽ പിടിക്കില്ല. പക്ഷേ സ്നേഹം, വാത്സല്യം ഉണ്ടെങ്കിൽ എന്ത് ആഹാരം കൊടുത്തോ നല്ല ആരോഗ്യത്തിൽ വളർന്നു വരും. അതാണ് ജീവൻ്റെ ഭാഗം. അത് നമ്മൾ ബുദ്ധി കൊണ്ടല്ല ജീവനെ വിലയിരുത്തുന്നത്, അനുഭവം കൊണ്ടാണ്. അനുഭവം നമ്മുടെ മതം സ്വീകരിക്കരുത്, എല്ലാരും സ്വീകരിക്കണം. എൻ്റെ സുഹൃത്തെ, ഇങ്ങനെ എല്ലാവരുടെയും ഭാഗത്തും നമുക്ക് ഒരിക്കലും ആരെ ഒഴിവാക്കാൻ പറ്റത്തില്ല. ഒരു വ്യക്തിക്ക് തെളിച്ചമുണ്ടാകുന്നതിനനുസരിച്ച് അവൻ സ്വീകരിക്കാനുള്ള കപ്പാസിറ്റിയും വർദ്ധിച്ചു വരും. ഒരു വ്യക്തിയുടെ തെളിച്ചത്തിനനുസരിച്ച് അവനവനിലാണ് സ്വീകരിക്കുന്ന ഭാഗം അറിയുന്നത്. അല്ലെങ്കിൽ ക്രിട്ടിക്കൽ എന്താണ് സ്വീകരിക്കുന്നത് ഞാനെങ്ങനെയാണ് അറിയുന്നത്? ക്രിട്ടിക്കൽ സ്വീകരിക്കുന്നുണ്ടോ സ്വീകരിക്കുന്നില്ലേ, അതിലൊന്നും എൻ്റെ ജഡ്ജ്മെൻ്റ് എത്തേണ്ട കാര്യമില്ല. എനിക്കെന്ത് ചെയ്യാൻ പറ്റുന്നു? എനിക്ക് എൻ്റെ സ്വീകരണ മുറി എത്രത്തോളം വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട്? എൻ്റെ സ്വീകരണ മുറി വൃത്തിയായിട്ടുള്ളതാണോ? അതായത് മറ്റുള്ളവരുടെ കാര്യത്തിൽ ജഡ്ജ് ചെയ്യേണ്ട, സ്വന്തം കാര്യത്തിൽ മാത്രം ജഡ്ജ് ചെയ്താൽ മതി. ജഡ്ജ് ചെയ്യല്ല, അവിടെ ജഡ്ജ് ചെയ്യാനുള്ള ഭാഗം പോലും കൊടുക്കുന്നില്ല. അതിനേക്കാൾ വേഗത്തിൽ ദഹിപ്പിച്ച് തെളിച്ചത്തിൽ നിൽക്കുകയാണ്. എനിക്ക് ചെയ്യാവുന്ന എന്താണ്? എന്നെ ഞാനാക്കിയ ഭാഗം എന്താണ്? എന്നെ ചലിപ്പിക്കുന്ന ശക്തി എന്താണ്? എൻ്റെ ഉത്തരവാദിത്വം അവിടെയാണ്. എന്നെ ചലിപ്പിക്കുന്നത് എന്താണ്? അവിടെയാണ് നമുക്ക് സമാധാനം കിട്ടുന്നത്. ഞാനാകാനുള്ള കാരണം എന്താണ്? അതുമായിട്ടുള്ള ബന്ധത്തിലേ സമാധാനമുള്ളൂ. അതല്ലാത്തതുമായിട്ടുള്ള ബന്ധത്തിലാണ് ബന്ധനമുണ്ടാകുന്നത്. അപ്പോഴാണ് ശക്തിക്ക് പ്രശ്നങ്ങളുണ്ടാകുന്നത്. അപ്പോഴാണ് ശക്തി പ്രശ്നമായിട്ട് അടിയും വഴക്കും വിരോധവും വെറുപ്പും സ്വപ്നങ്ങളൊക്കെ ആയിട്ട് മാറുന്നത്. ശക്തി ക്ലിയർ ആകുമ്പോൾ നമുക്ക് വൈരാഗ്യം, വിദ്വേഷം, വെറുപ്പെല്ലാം പോയി, എന്നിട്ട് സമാധാനം വന്ന് എന്തുകൊണ്ടാണ് വരുന്നത്? നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നു. നമ്മളിലോട്ട് വരുന്നത് അനുഭവിക്കാൻ സാധിക്കുമ്പോഴാണ് സമാധാനം. അപ്പോഴേ സമാധാനം ഉണ്ടാകത്തുള്ളൂ, അല്ലെങ്കിൽ സമാധാനം ഉണ്ടാകത്തില്ല. അല്ലെങ്കിൽ ഒരിക്കലും സമാധാനം ഉണ്ടാകത്തില്ല.